അധ്യായമാണ്. ജുമുഅ സഹോദരങ്ങളെ നമുക്കറിയാം ആഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഖൈറുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. എന്നിട്ട് അവിടുന്ന് ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ ചെയ്തിട്ടുള്ള അവന്റെ മഹത്തരമായ ചില കർമ്മങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഫീഹി ഖലഖല്ലാഹു ആദം. ആ ദിവസമാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ പടക്കുന്നത്. വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ദിവസവും വെള്ളിയാഴ്ചയാണ്. പിന്നീട് അവിടുന്ന് സംഭവിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പുറത്താക്കപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസം തന്നെയായിരുന്നു. വലാ തഖൂമു സ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. ജുമുഅ ദിവസമായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ ദിവസങ്ങളെയും പോലെ ഒരു ദിവസമായി വെള്ളിയാഴ്ച കണ്ടുകൂടാ. മറിച്ച് അതിൻ്റെതായ ശ്രേഷ്ഠതകളും പവിത്രതകളും മാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ സുന്നത്തും വാജിബുമായ ധാരാളം കാര്യങ്ങൾ ആ ദിവസമുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ആ ദിവസത്തെ മാനിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട ധാരാളം ശ്രേഷ്ഠതകളും അതിന്റെ ഉപകാരങ്ങളും ഫായിദകളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾ അത്തരം ഫദായിലുകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വായിക്കണം. നമുക്കറിയാം, ഇവിടെ ഉംദത്തുൽ അഹ്കാം അതിന്റെ അഹ്കാമുകളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരണങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ ഹദീസ്, عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال من جاء منكم الجمعة فليغتسل. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജാഅ മിൻകുമുൽ ജുമുഅത ഫല്യഗ്തസിൽ. നിങ്ങളിൽ ആരെങ്കിലും ജുമുഅക്ക് വരുന്നുണ്ടെങ്കിൽ അവൻ കുളിച്ചുകൊള്ളട്ടെ എന്നാണ് ഹദീസിലുള്ളത്. ഈ ഹദീസ് സഹോദരങ്ങളെ, ജുമുഅ ദിവസം കുളിക്കേണ്ടതുണ്ടെങ്കിൽ അത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നെല്ലാം വിശദീകരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഹദീസിന്റെ ബാഹ്യമായി നോക്കുന്ന സമയത്ത് അത് കൽപ്പനയാണ്. മൻ ജാഅ മിൻകുമുൽ ജുമുഅത ഫല്യഗ്തസിൽ. നിങ്ങളിൽ ആരെങ്കിലും ജുമുഅ ദിവസം ഹാജരായാൽ അവൻ കുളിച്ചുകൊള്ളട്ടെ എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യമായി അറിയേണ്ടത് അതിന്റെ വിധി തന്നെയാണ്. ജുമുഅ ദിവസം കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നാണ്. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ജുമുഅ ദിവസം കുളിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമായിട്ട് പറയുന്ന ആളാണ്. പക്ഷെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. ബഹുഭൂരിപക്ഷം മദ്ഹബിലെ ഇമാമുമാരും മറ്റു ഉലമാക്കൾ എല്ലാവരും തന്നെ, ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലെയുള്ള ആധുനികരായ മറ്റെല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിക്കുന്ന, അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അന്നേ ദിവസം കുളിക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള മുസ്തഹബായ കാര്യമാണ്. നിർബന്ധമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ്. നമുക്കറിയാം, ഒരു ഹദീസിൽ ഒരു കാര്യം കൽപ്പന രൂപത്തിൽ വന്നാൽ അതിന്റെ അർത്ഥം ഉടനെ അത് നിർബന്ധമാകണമെന്ന് നിർബന്ധമില്ല. കാരണം ആ മസ്അലയുമായി ബന്ധപ്പെട്ട അതിന്റെ ഹുക്കും തീരുമാനിക്കപ്പെടുന്നത് എല്ലാ ഹദീസുകളെയും പരിഗണിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളെയും പരിഗണിച്ചുകൊണ്ടാണ് അതിന്റെ ഒരു ഹുക്കുമോ തീരുമാനിക്കപ്പെടുക. ഒരൊറ്റ ഹദീസ് കൊണ്ട് നമുക്ക് ആ വിഷയത്തിന്റെ തീരുമാനം അങ്ങനെയാണ്, അത് കൽപ്പന വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നിർബന്ധം തന്നെ എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പ്രോത്സാഹനം പോലെ പറയുകയോ, അല്ലെങ്കിൽ കൽപ്പിക്കാത്ത രൂപത്തിലുള്ള സംസാരമോ, അല്ലെങ്കിൽ സഹാബത്തിൽ ചിലരെങ്കിലും ആ ദിവസം കുളിക്കാതെ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റു പല റിവായത്തുകളും ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
അവസാനമായ ഒരു നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് നിർബന്ധമല്ല, മറിച്ച് അത് വളരെയധികം മുസ്തഹബായ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ ഫഅഹ്സനൽ വുളു, ആരെങ്കിലും വുളു എടുക്കുകയും അത് നന്നാക്കിയെടുക്കുകയും ചെയ്തു, സുമ്മ അതൽ ജുമഅത ഫസ്തമഅ, പിന്നീട് ജുമഅക്ക് വരികയും ഖുതുബ വളരെയധികം സാഗൂതം ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തു, വഅൻസത ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമഅ വസിയാദത സലാസതി അയ്യാം, അവൻ ആ ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്, മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഖുതുബ അവൻ ശ്രദ്ധിച്ചു കേട്ട് നിസ്കരിച്ച് അവിടുന്ന് പിരിഞ്ഞു പോയാൽ അവന് ഒരാഴ്ചത്തെ, ഇന്നു മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഇടയിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുപാപങ്ങളും വസിയാദത്ത് സലാസത്തെ അയ്യാം, 3 ദിവസം അധികവും 10 ദിവസത്തെ ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗ, ആരെങ്കിലും കല്ലുകൾ സ്പർശിക്കുകയും, അതുമായി ബന്ധപ്പെട്ട ഹദീസ് വരുന്നുണ്ട്, കല്ലുകൾ സ്പർശിക്കുകയും അങ്ങനെ അശ്രദ്ധയിലായി തീരുകയും ചെയ്താൽ അവൻ അശ്രദ്ധയിലായിപ്പോയി, അതിന്റെ പ്രതിഫലം കുറഞ്ഞുപോയി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പണ്ഡിതന്മാർ ഇതിനെ തെളിവ് പിടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജുമഅയുടെ ആ ഒരു പൂർണ്ണമായ പ്രതിഫലം പറയുന്നിടത്ത് കുളിക്കുന്ന കാര്യം സൂചിപ്പിച്ചിട്ടേ ഇല്ല, മറിച്ച് ഏറ്റവും നന്നാക്കി വുളു എടുക്കുക, എന്നിട്ട് ജുമഅക്ക് വരിക, ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുക, ശബ്ദമുണ്ടാക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, എങ്കിൽ ഇതായി പ്രതിഫലം കിട്ടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം പറഞ്ഞിട്ടേ ഇല്ല. അത് പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പറഞ്ഞ ഈ കൽപ്പന എന്ന് പറയുന്നതിന് ഒരു സബബുണ്ട്, ഒരു കാരണമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അഥവാ ഈ ഹദീസിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഹദീസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങൾ പഠിക്കുക എന്നുള്ളത് ആ ഹദീസിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ മനസ്സിലാക്കാൻ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ഹദീസ് സംഭവിക്കുന്നത് സഹോദരങ്ങളെ മദീനയിലെ അവാലിയിലൊക്കെയുള്ള കുറച്ചു ദൂരമുള്ള പ്രദേശമാണ്. അപ്പൊ അവിടെയൊക്കെയുള്ള ധാരാളം തോട്ടം ജോലിക്കാരും അങ്ങനെയുള്ള ആളുകളുമൊക്കെ കൂലിപ്പണിയെടുത്ത് ക്ഷീണിച്ച് വയർത്ത് പൊടിയൊക്കെ പുരണ്ട് അങ്ങനെ ഒരിക്കൽ മസ്ജിദിലേക്ക് എത്തുകയുണ്ടായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ജുമഅക്ക് ഹാജരാകുന്ന സമയത്ത് കുളിക്കണമെന്ന് പറഞ്ഞത്. ആ ഹദീസ് പ്രകാരം നമുക്ക് വായിക്കാം. كان الناس ينتابون يوم الجمعة من منازلهم والعوالي فيأتون في الغبار يصيبهم الغبار والعرق فيخرج منهم العرق. ജനങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും അതുപോലെ അവാലിയിൽ നിന്നുമൊക്കെ ജുമഅക്ക് വേണ്ടി പുറപ്പെടാറുണ്ട്. പുറപ്പെടുന്ന സമയത്ത് അവരിൽ പലരുടെയും ശരീരത്തിൽ പൊടിയും വിയർപ്പും ഒക്കെ ഉണ്ടായിരുന്നു. فأتى رسول الله صلى الله عليه وسلم إنسان منهم وهو عندي, എന്റെ അടുക്കൽ ഉണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. എന്നിട്ട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും തതഹർതും ലിയൗമികും ഹാദാ, നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിന് വേണ്ടി ശുദ്ധിയായിക്കൂടെ എന്നാണ്. പിന്നീട് അവരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കുളിച്ചു വരണമെന്നുള്ളത്. അഥവാ ഇവിടെ പറഞ്ഞത് ലൗ അന്നകും തതഹർതും ലിയൗമികും ഹാദാ, നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിലൊന്ന് ശുദ്ധിയായി വന്നുകൂടെ എന്നാണ്. അപ്പൊ ആ ഒരു പ്രയോഗം ഒരിക്കലും ഒരു വാജിബിനെ അറിയിക്കുന്നില്ല, മറിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ്. നിങ്ങൾ ഇങ്ങനെ അശുദ്ധിയിലായിക്കൊണ്ട് വേർത്തൊലിച്ച് പൊടി പുരണ്ട അവസ്ഥയിലേക്കല്ല വരേണ്ടത്, മറിച്ച് നല്ല ശുദ്ധിയായി അങ്ങനെയാണ് മസ്ജിദിലേക്ക് വരേണ്ടത്, ജുമഅക്ക് വേണ്ടി വരേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധത്തെ അറിയിക്കുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ നിർബന്ധം എന്ന് അറിയിക്കുന്ന മറ്റൊരു ഹദീസാണ്, നിർബന്ധം എന്ന് പറയുന്ന ആളുകൾ അറിയിക്കുന്ന മറ്റൊരു ഹദീസാണ് അൽ ഗുസ്ലു യൗമൽ ജുമഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയെത്തിയ എല്ലാ ആളുകൾക്കും ജുമഅ ദിവസം കുളിക്കൽ വാജിബാണ് എന്നാണ്. അതിന്റെ പ്രയോഗം വാജിബാണ് എന്ന് തന്നെയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞ വാജിബിനെ പണ്ഡിതന്മാർ പറയുന്നത് അത് സുന്നത്തുൻ മുഅക്കദ, വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. കാരണം ബാക്കിയുള്ള ഹദീസുകൾ വെച്ച് നോക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. മാത്രവുമല്ല ഈ ഹദീസിന്റെ റിവായത്തുകളിൽ കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈ ഹദീസിന്റെ റിവായത്തുകളിൽ കാണാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅൻ യസ്തന്ന വഅൻ യമസ്സ തീബൻ ഇൻ വജദ്, അതേപോലെ അവൻ ദന്തശുദ്ധീകരണം നടത്തട്ടെ, അവന്റെ പക്കൽ നല്ല സുഗന്ധമുണ്ടെങ്കിൽ അത് പൂശിക്കൊള്ളട്ടെ എന്നാണ്.
അപ്പൊ നമുക്കറിയാം ദന്തശുദ്ധീകരണം നടത്തുക, സുഗന്ധം പൂശുക എന്നുള്ളതെല്ലാം വാജിബായ കാര്യമല്ല. അപ്പോൾ ആ സുന്നത്തായ കാര്യത്തിനോടൊപ്പമാണ് കുളിക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെല്ലാം മുസ്തഹബായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രവുമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ തന്നെ നേർക്ക് നേരെ വന്നിട്ടുണ്ട്. ഈ അസർ സഹോദരങ്ങളെ, ഇത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സുനനു അബൂദാവൂദിന്റെ സഹീഹിൽ അദ്ദേഹം സഹീഹാൻ ഹസനാണ് എന്ന് പറഞ്ഞ, അതേപോലെ ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹുൽ മുസ്നദിൽ അദ്ദേഹം ശരിയായ സഹീഹായ ഹദീസായി രേഖപ്പെടുത്തിയതാണ്, അഥവാ ശരിയായ അസറായി രേഖപ്പെടുത്തിയതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, ഗുസ്ലുൽ ജുമഅത്തി ലൈസ ബിവാജിബ്, ജുമഅയുടെ ദിവസത്തെ കുളി എന്ന് പറയുന്നത് വാജിബല്ല. വലാകിന്നഹു അത്ഹാർ വഖൈറുൻ ലിമൻ ഇഗ്തസൽ, പക്ഷേ അത് ഏറ്റവും നല്ല ശുദ്ധി ഉണ്ടാകുന്ന, കുളിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഖൈറുകൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വാജിബല്ല എന്ന് നമ്മൾ പറയുന്നത് അതിനെ ലാഘവത്തോടുകൂടി കാണാനല്ല. നമ്മൾ ഫിഖ്ഹിന്റെ പല ക്ലാസ്സുകളിലും പറഞ്ഞൊരു കാര്യമാണ്. ഒരു കാര്യം വാജിബല്ല, മുസ്തഹബാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കെന്നാൽ അത് ഒഴിവാക്കാം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അത് ഒരു കുറ്റമല്ല. നമുക്കതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിൽ അങ്ങനെ കുളിക്കാതെ വരേണ്ടി വന്നാൽ അത് ജുമഅയെ ബാധിക്കുന്നില്ല, അതൊരു പാപമല്ല. ജുമഅ പൂർണ്ണമായ സ്വീകാര്യമായ ജുമഅയാണ്, അതിൽ യാതൊരു കുറവും വന്നിട്ടില്ല, ഇതിന് കഫാറത്തോ പ്രായശ്ചിത്തമൊന്നും ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാക്കാനാണ്. പക്ഷേ ജുമഅ ദിവസത്തെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ അതിൽ പറഞ്ഞ കാര്യമാണ് നമുക്ക് ശുദ്ധിയായി കുളിച്ച് വരിക എന്നുള്ളത് അതിൽ പറഞ്ഞൊരു കാര്യമാണ്. എൻ സഹോദരങ്ങളെ, ജുമഅ ദിവസത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് കുളിക്കേണ്ടത്? അതാണ് അടുത്ത അറിയേണ്ട കാര്യം. എപ്പോഴാണ് ഈ കുളി നമ്മൾ നടത്തേണ്ടത്? ഈ ശ്രേഷ്ഠതയുള്ള സുന്നത്തായ കുളി എപ്പോഴാണ് നടത്തേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് ധാരാളം അമലുകൾ നമുക്കറിയാൻ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സലാത്ത് ചൊല്ലുക, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ വെള്ളിയാഴ്ചയിലുള്ള കുളിയുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ ചിലത് വെള്ളിയാഴ്ച ദിവസം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. രാവും പകലും ഉൾപ്പെടെയുള്ള 24 മണിക്കൂറിൽ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആ മുഴുവൻ ചെയ്യുന്ന സമയത്തിന് ആ ശ്രേഷ്ഠതയാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സലാത്ത് ചൊല്ലുക. ഇതൊക്കെ നമ്മുടെ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതോടുകൂടി വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചു. ഒരാൾക്ക് വേണമെങ്കിൽ ആ രാത്രിയിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. കാരണം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് ഫി യൗമിൽ ജുമുഅ എന്നാണ്, വെള്ളിയാഴ്ച ദിവസം എന്നേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് 24 മണിക്കൂർ ഒരാൾക്ക് പാരായണം ചെയ്യാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്ത് അത് വെള്ളിയാഴ്ച രാവിലും പകലിലും വർദ്ധിപ്പിക്കുക എന്ന് തന്നെ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും മുഴുവനാണ്. പക്ഷെ കുളിയുമായി ബന്ധപ്പെട്ട ഹദീസ് അത് വന്നിട്ടുള്ളത് അത് ഇവിടെ പകലിനെ കുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ പകൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? മദ്ഹബുകളിലുള്ള പ്രധാനപ്പെട്ട അഭിപ്രായം എന്ന് പറയുന്നത് അത് തുലൂഉൽ ഫജ്റോടുകൂടി ആരംഭിക്കുമെന്നാണ്, അഥവാ ഫജ്ർ പ്രവേശിക്കുന്ന സമയത്തോടുകൂടി ആരംഭിക്കുമെന്നാണ്. എന്നാൽ ചിലരുടെ അഭിപ്രായം, ചില പണ്ഡിതന്മാരുടെ എല്ലാം അഭിപ്രായം അത് തുലൂഉ ശംസോടുകൂടി ആരംഭിക്കുകയുള്ളൂ എന്നാണ്, അഥവാ സൂര്യോദയത്തോടുകൂടി. നമുക്കറിയാം ഫജ്റിന്റെ ഒരു സമയമുണ്ട്, അതിനുശേഷം സൂര്യോദയം മറ്റൊരു സമയമാണ്. അപ്പൊ സൂര്യോദയത്തോടുകൂടി ആരംഭിക്കുകയുള്ളൂ എന്നാണ് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അതിലൊരു സൂക്ഷ്മത കാണിക്കുകയാണ് എങ്കിൽ ഈ ഒരു പൂർണ്ണമായ പ്രതിഫലം കിട്ടാൻ ഒരാൾ സൂര്യോദയത്തിന് ശേഷം കുളിക്കുക, എന്നാൽ അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുമെന്നാണ്. എന്നാൽ അതിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ മക്സദ് എന്ന് പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആള് കൂടുന്ന സ്ഥലത്ത് നല്ല ശുദ്ധിയോടുകൂടി മറ്റൊരാൾക്ക് ഉപദ്രവകരമായ ഒരു മോശമായ ഗന്ധം തന്നിലില്ലാതെ ഏറ്റവും നല്ല രൂപത്തിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുളിയുടെ ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ എപ്പോഴാണോ ഒരാൾ ആ കുളിക്കാൻ വേണ്ടി പുറപ്പെടുന്നത് അപ്പോൾ കുളിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം എന്ന് പറയാം. ഇപ്പൊ ഒരാൾ ജുമാ ദിവസം 10 മണിക്കാണ് മസ്ജിദിലേക്ക് എത്തുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ അതിന് തൊട്ടു മുമ്പ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അപ്പോൾ കുളിക്കുക. അതല്ലാതെ തുലൂഉൽ ശംസോടുകൂടി സൂര്യോദയത്തോട് കുളിച്ച് അങ്ങനെ കുറെ നേരം വീട്ടിൽ കഴിച്ചുകൂട്ടി പിന്നെ അങ്ങനെ വരാം എന്നല്ല. മറിച്ച് അതിലേറ്റവും നല്ലത് എന്താണ്? എപ്പോഴാണോ ജുമാക്ക് വേണ്ടി ഒരാൾ പുറപ്പെടുന്നത് അപ്പോൾ കുളിക്കുക എന്നുള്ളതാണ്. സാധിക്കുന്ന ആളുകൾക്ക്, കാരണം എല്ലാ ആളുകൾക്കും സാധിച്ചു കൊള്ളുന്നില്ല. പല ജോലികൾക്കും കച്ചവടത്തിനൊക്കെ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അയാൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ജോലി സ്ഥലത്തുനിന്നോ കച്ചവട സ്ഥലത്തുനിന്നോ നേരെ ജുമാക്ക് പോകുന്ന ആളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രേഷ്ഠത കിട്ടണമെങ്കിൽ നേരത്തെ കുളിക്കാം. ആ പകല് കുളിച്ചതിന്റെ ശ്രേഷ്ഠത അയാൾക്ക് കിട്ടിയിരിക്കുന്നു.
കാരണം നമ്മൾ എന്തിനാണ് ഇത് കൃത്യമായി പഠിക്കുന്നത്? കാരണം ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടാലാണ് നമുക്ക് ആ പാപങ്ങൾ പുറത്തു കിട്ടുക എന്ന ശ്രേഷ്ഠതയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അതിന്റെ സമയമൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ശ്രേഷ്ഠത കിട്ടാൻ തുലൂ ശംസോടുകൂടി നമ്മൾക്ക് കുളിക്കുകയാണെങ്കിൽ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും അഫ്വലായിട്ടുള്ളത് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പായിട്ട് കുളിക്കുക എന്നതാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ സമയം നമ്മളത് ശ്രദ്ധിക്കണം. എപ്പോഴാണ് കുളിക്കുന്നത് എന്നുള്ള സമയം നമ്മൾ ശ്രദ്ധിച്ച് ആ സമയത്തിന് കുളിക്കാൻ തയ്യാറാകണം. എൻ സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തെ കുളിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഒരാൾക്ക് ജുമുഅ ദിവസം ജനാബത്ത് ഉണ്ടായി, അഥവാ വലിയ അശുദ്ധി ഒരാൾക്ക് ഉണ്ടായി. അയാൾക്ക് ജുമുഅക്ക് പുറപ്പെടണം, അതിനു മുമ്പ് വലിയ ശുദ്ധിക്കാരനാണ്. അപ്പോൾ ആ സമയത്ത് വലിയ ശുദ്ധിയും അതേപോലെ ജുമുഅയുടെ കുളിയും രണ്ടും കുളിയാണ്. അപ്പൊ ഇത് രണ്ടിനും കൂടി ഒരു കുളി മതിയോ, അതല്ല വേറെ വേറെ കുളിക്കേണ്ടതുണ്ടോ എന്നൊരു മസാല. ആ മസാലയിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അതിന്റെ ഇജ്മാ ആണ്, ഇത് രണ്ടിനും കൂടി ഒരൊറ്റ കുളി മതിയാകുന്നതാണ്. എന്നാൽ നിയത്ത് വെക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും നിയത്ത് വെക്കണം. അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുക. രണ്ടിന്റെയും നിയത്ത് വെക്കുക. ജുമയുടെ കുളിയുടെ നിയത്തും ഒരാൾ മനസ്സിൽ വെക്കുക, അതോടൊപ്പം ഇത് ജനാബത്ത് കുളിയുമാണ് എന്ന നിയത്ത് വെക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണ് ഉദ്ദേശിച്ചത് അതുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉദ്ദേശിച്ചാൽ അത് രണ്ടും അവന് ലഭിക്കുന്നതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവന് ലഭിക്കും. ജനാബത്ത് കുളി, അതിന്റെ അതോടുകൂടി അവന്റെ വലിയ ശുദ്ധി നീങ്ങും, അതേപോലെ ജുമഅക്ക് വേണ്ടിയിട്ടുള്ള ഈ കുളിയുടെ ശ്രേഷ്ഠത അയാൾക്ക് ലഭിക്കും. ഇനി ഒരാൾ ജനാബത്ത് കുളി മാത്രമേ നീയത്താക്കിയിട്ടുള്ളൂ, ജുമഅയുടെ കുളി നീയത്താക്കിയിട്ടില്ല എന്ന് കരുതുക, എങ്കിൽ അയാൾക്ക് അതിന്റെ ശ്രേഷ്ഠത കിട്ടുമോ എന്നാണ് ചോദ്യം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ധാരാളം പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്, അവൻ ജനാബത്തിന് വേണ്ടി കുളിച്ചാലും അവന് ജുമഅയുടെ കുളിയുടെ ശ്രേഷ്ഠത കിട്ടുമെന്ന് തന്നെയാണ്. അവർ പറയുന്നത് ജുമഅയുടെ കുളി ഒരിക്കലും എന്തല്ല, ഒരു ഹദസിനെ, ഒരു അശുദ്ധിയെ ഉയർത്താനുള്ളതല്ല, മറിച്ച് അതിന്റെ ഉദ്ദേശം ശുദ്ധിയാവുക എന്നുള്ളത് മാത്രമാണ്. ആ ശുദ്ധിയാകൽ ജനാബത്ത് കുളിയിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ജനാബത്ത് കുളിയുടെ നിയത്ത് ഒരാൾ വെച്ചാൽ അയാൾക്ക് ജുമയുടെ കുളിയും കൂടി കിട്ടും. പക്ഷെ അവരെല്ലാവരും പറയുന്ന കാര്യം, ഇത് രണ്ടും കൂടി നിയത്ത് വെക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. രണ്ടും കൂടി നിയത്ത് വെക്കുകയാണെങ്കിൽ അതാണ് പ്രതിഫലത്തിൽ കൂടുതൽ നല്ലത്. പക്ഷെ ജുമയുടെ ആ ശ്രേഷ്ഠത, കുളിയുടെ ശ്രേഷ്ഠത ഈ ജനാബത്ത് കുളിയുടെ നിയത്ത് വെച്ച ആൾക്ക് തന്നെ കിട്ടുമെന്നാണ്. ഇനി ഒരാൾ മൂന്നാമത്തെ മസ്അല ഇതുമായി ബന്ധപ്പെട്ട്, ഒരാൾ ജനാബത്ത് കുളിയുടെ നിയത്ത് വെച്ചിട്ടില്ല, എന്നാൽ ജുമയുടെ കുളിയുടെ നിയത്താണ് ഒരാൾ വെച്ചിട്ടുള്ളത്. പണ്ഡിതന്മാരിൽ ധാരാളം പേര് പറഞ്ഞത് അയാളുടെ ജനാബത്ത് കുളി അതോടുകൂടി ശരിയാവുകയില്ല എന്നാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ജനാബത്ത് കുളി എന്ന് പറയുന്നത് ഒരു ഹദസിനെ ഉയർത്താനാണ്. അതുകൊണ്ട് അതിന്റെ നിയത്ത് ഒരാൾക്ക് വേണം. അശുദ്ധി നീങ്ങണമെന്നുള്ള നിയത്ത് അയാൾക്ക് ഉണ്ടായിട്ടില്ല. അയാൾ ജുമയുടെ കുളിയിൽ നിന്നാണ് കുളിച്ചത്. പക്ഷെ മസ്ജിദിലേക്ക് എത്തിയപ്പോഴാണ് ഓർമ്മ, ഞാൻ ജനാബത്തുകാരൻ കൂടിയായിരുന്നു, എങ്കിൽ ഉടനെ പോയി കുളിക്കേണ്ടതുണ്ട്. കാരണം ജനാബത്ത് ഒരാൾ കുളിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ നിസ്കാരം സഹീഹാവുകയില്ല. അയാൾക്ക് ജുമ നഷ്ടപ്പെട്ടാൽ പോലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അയാൾ ളുഹർ നിസ്കരിക്കണം. കാരണം ജനാബത്തോടുകൂടി ഒരാൾ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അയാൾക്ക് നിസ്കരിക്കാൻ സാധിക്കുകയില്ല. അത് അനുവാദമില്ല, അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കാര്യം വളരെ സഹലാണ്, എളുപ്പമുള്ള കാര്യമാണ്. നമുക്കത് അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയിലാണ് നമ്മൾ കുളിച്ചതെങ്കിൽ അത് മതിയായതാണ്. ജനാബത്തുണ്ട് എന്നുള്ള ഓർമ്മയിലാണ് നമ്മൾ കുളിച്ചത്, നീങ്ങണം എന്നുള്ള ഓർമ്മയിലാണ് കുളിച്ചത്. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചൊല്ലി പറയുകയോ മറ്റൊന്നും ചെയ്യുകയോ ആവശ്യമില്ല. പിന്നീട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കറിയാം സാധാരണഗതിയിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, തയമ്മും ചെയ്യാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഇപ്പൊ ഇവിടെ ഒരാൾക്ക് വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ വെള്ളമില്ല, അപ്പോൾ തയമ്മും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അത് ആ മുസ്തഹബാണ്. ഇനി വാജിബ് എന്ന് പറഞ്ഞ ആളുകളാണെങ്കിലും ശരി, ഇതല്ല മുസ്തഹബാണ് എന്ന് പറഞ്ഞ ആളുകളാണെങ്കിലും ശരി, ആ കുളിക്ക് പകരം ആ കുളിക്ക് വേണ്ടി ഒരു തയമ്മും ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. കാരണം സാധാരണഗതിയിൽ ജനാബത്തിന് വേണ്ടി തയമ്മും ചെയ്യാറുണ്ട്, അനുവാദമുള്ള കാര്യമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുളിക്കാനില്ല, അയാൾ ജനാബത്തുകാരനാണ്, വെള്ളമില്ല, തയമ്മും ചെയ്താൽ മതി. അയാൾക്ക് അതുകൊണ്ട് നിസ്കരിക്കാം, കുളിക്കാം, ഒരു വുളുവുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് ചെയ്യാം. അപ്പൊ അതേപോലെ ഇവിടെ ജുമ നിസ്കരിക്കാൻ വേണ്ടി കുളിക്കാൻ വെള്ളമില്ല എങ്കിൽ നമുക്ക് തയമ്മും ചെയ്തിട്ട് വന്നാൽ ആ കൂലി കിട്ടുമോ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. വെള്ളം ഇല്ല എങ്കിൽ അതിന്റെ പകരം തയമ്മും ചെയ്യേണ്ടതില്ല. കാരണം ജുമ ദിവസത്തെ വെള്ളം എന്ന് പറയുന്നത് അത് ശുദ്ധീകരിക്കാനാണ്. തയമ്മും കൊണ്ട് അങ്ങനെ ഒരു ബാഹ്യമായ ശുദ്ധീകരണം നടക്കുകയില്ല, ഒരു മാനവിയായ ശുദ്ധീകരണം മാത്രമേ നടക്കുകയുള്ളൂ. നമുക്കവിടെ
ശുദ്ധിയുടെ ഹുക്കുമാണ് ലഭിക്കുക, അല്ലാതെ നമ്മുടെ അഴുക്ക് പോവുകയില്ലല്ലോ. തയമ്മും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അഴുക്കോ ദുർഗന്ധമോ ഒന്നും പോവുകയില്ല. അതുകൊണ്ട് തന്നെ അതിന് തയമ്മും ചെയ്യേണ്ട ആവശ്യമില്ല. തൻവീഫ്, അവിടെയുള്ള ശുദ്ധിയാകൽ, വൃത്തിയാകൽ, അത് നടക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അത് ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും വെള്ളിയാഴ്ച ജുമാ നിസ്കാര ശേഷമാണ് കുളിച്ചതെങ്കിലോ അയാൾക്ക് അതുകൊണ്ട് ശ്രേഷ്ഠത ലഭിക്കുകയില്ല. കാരണം വെള്ളിയാഴ്ചത്തെ കുളി എന്ന് പറയുന്നത് ആ ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ്, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്. അതിനുശേഷം കുളിച്ചതുകൊണ്ട് കാര്യമില്ല. എന്നാൽ സൂറത്തുൽ കഹ്ഫോ ഒരാൾക്ക് ജുമാ നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യാം. സൂറത്തുൽ കഹ്ഫ് ജുമാ നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യാവുന്ന കാര്യമാണ്. അതേപോലെ സലാത്തുകൾ നിസ്കാര ശേഷവും ഉണ്ട്. ആ വെള്ളിയാഴ്ച തീരുന്നത് വരെ ജുമക്ക് ദിവസം പ്രത്യേകം പറഞ്ഞ സലാത്ത് അതുണ്ട്. എന്നാൽ കുളി എന്ന് പറയുന്നത് അത് നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മൻ ജാഅ മിൻകുമുൽ ജുമുഅ ഫൽയഗ്തസിൽ. ഇനി ആരൊക്കെയാണ് കുളിക്കേണ്ടത് എന്നാണ് ചോദ്യം. ജുമുഅ ദിവസം എല്ലാ മുസ്ലിമീങ്ങളും കുളിക്കേണ്ടതുണ്ടോ? എന്താണ് ഇതുകൊണ്ട് മിൻകും, നിങ്ങളിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് കേൾക്കുന്ന ഓരോ മുസ്ലിമും ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും ഇത് കുളിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് ആരാണോ ജുമുഅ ദിവസം ജുമുഅക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നാണ്. ഇപ്പൊ ജുമുഅക്ക് ഹാജരാകുന്ന ആളുകൾക്കാണ് ഈ കുളി നിർബന്ധം എന്ന് പറഞ്ഞവർ അങ്ങനെയും, അല്ലെങ്കിൽ മുസ്തഹബ് എന്ന് പറഞ്ഞവർ അങ്ങനെയും പറഞ്ഞിട്ടുള്ളത്. ജുമുഅ ദിവസം ആരാണോ ഹാജരാകുന്നത് അവർക്കാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന ജുമുഅക്ക് ഹാജരാകാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പ്രത്യേകമായ മുസ്തഹബായ കുളിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അവരങ്ങനെ കുളിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ യാത്രക്കാരായ ആളുകൾ അവർ ജുമുഅ നിസ്കരിക്കുന്നില്ല, അവർ ആ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് പറഞ്ഞ പ്രത്യേക കുളി അവർ കുളിക്കേണ്ടതില്ല. എന്നാൽ നിർബന്ധമായ ഹാജരാകേണ്ടവരായ ആളുകൾ എല്ലാവരും ഇത് കുളിക്കുകയാണെങ്കിൽ അവർക്കാണ് ഈ പറയുന്ന ശ്രേഷ്ഠതകൾ ഉള്ളത്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജുമുഅ നിർബന്ധമായിട്ടില്ല എന്നാണ്. ഇനി ആ പങ്കെടുക്കുന്ന ആളുകൾ പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, എല്ലാവരും അതിൽ ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. പങ്കെടുക്കുന്നത് സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, പുരുഷന്മാരാകട്ടെ, എല്ലാവരും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് ആരൊക്കെയാണോ പങ്കെടുക്കുന്നത് അവർ ജുമുഅ ദിവസം കുളിച്ചുകൊള്ളട്ടെ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇസ്ലാമിലെ ഒരു നിയമങ്ങളിൽപ്പെട്ട കാര്യമാണ്. എവിടെയെല്ലാമാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കുളി സുന്നത്താക്കിയത് കാണാം. ഈദ് ദിവസം സുന്നത്താക്കിയത് അങ്ങനെയാണ്, വെള്ളിയാഴ്ച ദിവസം അങ്ങനെയാണ്. അതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് കുളിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ് എന്നുള്ളത്. കാരണം നല്ല ശുദ്ധിയോടുകൂടി ആളുകൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്. ഇനി ശരി, അടുത്ത ഹദീസിലേക്ക് പോകാം. وعن عبد الله بن عمر رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يخطب خطبتين وهو قائم يفصل بينهما بجلوس. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരികയാണ്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഖുത്ബതൈൻ വഹുവ ഖായിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖുത്ബയാണ് ജുമുഅ ദിവസം നിർവഹിക്കാറുള്ളത്. വഹുവ ഖായിം, നിന്നുകൊണ്ടാണ് അവിടുന്ന് നിർവഹിക്കാറുള്ളത്. യഫ്സിലു ബൈനഹുമാ ബിജുലൂസ്, ഈ രണ്ട് ഖുത്ബകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഒരു വേർതിരിവ് കാണിക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഖുത്ബ നിർവഹിച്ചു എന്നാണ്. ഇപ്പൊ രണ്ട് ഖുത്ബ നിർവഹിച്ചു എന്നാണുള്ളത്. ഇതിന്റെ ഹുക്കം എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറഞ്ഞു രണ്ട് ഖുത്ബയും അത് വാജിബാണ്, പക്ഷേ ഒരാൾ അത് ഉപേക്ഷിച്ചാൽ നിസ്കാരത്തിനെ ബാധിക്കുന്നില്ല. ജുമുഅ നിസ്കാരത്തെ ബാധിക്കുന്നില്ല, കുറ്റം കിട്ടും. വാജിബായത് കാരണം ഉപേക്ഷിച്ചതിനാൽ കുറ്റം കിട്ടും, പക്ഷേ ജുമുഅ നിസ്കാരം സഹിയാകും. ഉദാഹരണത്തിന് ഒരാൾ നേരെ വരികയാണ്, ആരും ഖുത്ബ പറയാൻ ആളില്ല, നമ്മൾ ജുമുഅ നിസ്കരിച്ചേക്കാം എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയും നിസ്കാരം ശരിയാകും, പക്ഷേ ജുമുഅ ഖുത്ബ ഒഴിവാക്കിയതിന് കുറ്റം ലഭിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് രണ്ടും മുസ്തഹബാണ്, അതുകൊണ്ട് കുറ്റം ലഭിക്കൂല, എന്തായാലും നിസ്കാരം സഹിയാകും എന്ന് തന്നെയായിരിക്കും അവർ പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ വിഭാഗം, അവരാണ് ഏറ്റവും കൂടുതൽ ജുംഹൂറായിട്ടുള്ള അഭിപ്രായം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ജുമുഅ ദിവസത്തെ രണ്ട് ഖുത്ബകളും ജുമുഅ നിസ്കാരത്തിന്റെ ഷർത്താണ്, നിബന്ധനയാണ്. രണ്ട് ഖുത്ബകളും ജുമുഅ നിസ്കാരത്തിന്റെ നിബന്ധനയാണ്. മിമ്പറിൽ രണ്ട് ഖുത്ബ നടന്നിട്ടില്ല, ഒരു ഖുത്ബ കഴിഞ്ഞ് ഖത്തീബ് ഇറങ്ങി വന്ന് നിസ്കരിച്ചാലോ ജുമുഅ നിസ്കാരം ശരിയാവുകയില്ല, സഹീഹാവുകയില്ല. രണ്ട് ഖുത്ബകളും നിർബന്ധമാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതാണ് തെളിവുകളോട് യോജിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും.
അപ്പൊ ജുമാ ദിവസം 2 ഖുതുബകൾ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി അങ്ങനെ നിർവഹിച്ചിരുന്നു. അവിടുന്ന് ഒരിക്കൽ പോലും 2 ഖുതുബയിൽ നിന്നും ചുരുക്കി ഒരു ഖുതുബ ജുമാ ദിവസം പറഞ്ഞിട്ടില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? വഹുവ ഖായിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ടാണ് ഖുതുബ പറഞ്ഞിട്ടുള്ളത്. നിന്നുകൊണ്ട് ഖുതുബ പറയുക എന്നുള്ളതിന്റെ ഹുക്ം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു അത് മുസ്തഹബാണ്. കാരണം മുൻഗാമികളിൽ തന്നെ ചിലർ അവർക്ക് സാധിക്കാത്ത സമയത്ത് അവർ ഇരുന്നുകൊണ്ട് ഖുതുബ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഇരുന്നു കൊണ്ട് ഖുതുബ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്നുകൊണ്ട് ഖുതുബ പറയുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. ഒരു ഖതീബ്, അയാളാണ് ഇവിടുത്തെ വലിയ പണ്ഡിതൻ, അയാൾക്ക് പെട്ടെന്ന് ജുമാ ദിവസം നിൽക്കാൻ പറ്റുന്നില്ല, അയാൾ ഉടനെ ആ മെമ്പറിൽ ഇരുന്നിട്ട് ഖുതുബ നിർവഹിക്കുകയാണെങ്കിൽ ജുമാ ശരിയാണ്, ജുമാ സഹിയാണ്, യാതൊരു കുഴപ്പവും അതിനില്ല. മറിച്ച് ഇത് സുന്നത്താണ്. ഇനി നിന്നുകൊണ്ട് നിർവഹിക്കാൻ അതെന്തുകൊണ്ടാണ് അതിനെ സുന്നത്താക്കിയത്? ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാരണം നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇരിക്കുന്ന വ്യക്തിയെക്കാളും നല്ല ഉച്ചത്തിലും അതേപോലെ തന്നെ ആളുകളെ നന്നായി പ്രേരിപ്പിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കാൻ സാധിക്കുക. ഇരിക്കുന്ന വ്യക്തികൾക്ക് പൊതുവെ അത്ര ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളത് സാധിക്കുകയില്ല. നിന്നാലാണ് അതിന് കൂടുതൽ സാധിക്കുക. ജുമാ ദിവസമാകട്ടെ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യവുമാണ്. ആളുകളെ ആ രൂപത്തിൽ ശക്തമായി ഉണർത്തുക എന്നുള്ളത് ജുമാ ഖുതുബയിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. മറ്റു ക്ലാസുകളിൽ പോലെയല്ല, അല്ലെങ്കിൽ മറ്റു ദർസുകളിൽ പോലെയല്ല. ഖുതുബകളിൽ വളരെ ശക്തമായി ആളുകളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. രണ്ടാമത്തെ കാര്യം, ആളുകൾക്കെല്ലാം നന്നായി ശ്രവിക്കണമെങ്കിൽ, എല്ലാവർക്കും ഖതീബിനെ നോക്കി ശ്രവിക്കുക എന്നുള്ള സുന്നത്താണ്. അതിന് സാധിക്കണമെങ്കിൽ ഖതീബ് ഉയർന്ന സ്ഥലത്തേക്ക് കയറി നിൽക്കേണ്ടതുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ സാധിക്കുകയില്ല. മെമ്പർ പോലും മുസ്തഹബായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്, ആളുകൾക്ക് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരുപാട് ആളുകളുള്ള സമയത്ത് മെമ്പറിന്റെ എണ്ണം കൂടി കുറച്ച് വലുതായാൽ പോലും അത് ബിദ്അത്തല്ല എന്ന് ഉലമാക്കൾ പറയാനുള്ള കാരണം അതാണ്. കാരണം അതിന്റെ മഖ്സൂദ് എന്താണ്, ഉദ്ദേശം എന്താണ്? ആളുകൾക്ക് കാണുക എന്നുള്ളതാണ്. എത്ര ദൂരമുള്ള ആളുകൾക്കും ഖതീബിനെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മെമ്പറാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ നിൽക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് വളരെയധികം മുസ്തഹബായ കാര്യമാണ്. നിങ്ങളെല്ലാവരും ഖത്തീബുമാരല്ല, പക്ഷെ എന്തിനാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒരു ഖത്തീബ് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അപ്പോൾ ഖുതുബ ശരിയായിട്ടില്ല, മാറ്റി വെക്കേണ്ടി വരും എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്, അല്ലാതെ ഖത്തീബ് മാത്രം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമല്ല. മൂന്നാമത്തെ കാര്യമായി ഹദീസിൽ വന്നിട്ടുള്ളത് യഫ്സിലു ബൈനഹുമാ ബിജുലൂസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അപ്പോൾ ഇതിന്റെ ഹുക്ം? 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കുമായിരുന്നു എന്നതിന്റെ ഹുക്ം എന്തായിരിക്കും? വാജിബായിരിക്കും, മുസ്തഹബായിരിക്കും? ആർക്കാണ് പറയാൻ സാധിക്കുക? തൊട്ടുമുമ്പത്തെ ഹുക്ം എന്ന് തന്നെ പറയാൻ പറ്റും. 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കൽ വാജിബായിരിക്കും അല്ല മുസ്തഹബായിരിക്കും? എന്താ കാരണം? മുസ്തഹബ് എന്നാണ് പറഞ്ഞത്. എന്താണ് കാരണം? ഖുതുബകൾ മുസ്തഹബല്ല, ഖുതുബകൾ വാജിബാണല്ലോ. 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കൽ മുസ്തഹബ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടല്ല. എന്തായിരിക്കും? അതെ, തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞല്ലേ, ഇരിക്കുക എന്നുള്ളത് തന്നെ എന്താണ്? മുസ്തഹബാണ്. നിൽക്കുക എന്നുള്ളത് തന്നെ മുസ്തഹബാണ്. മനസ്സിലായില്ലേ? നിൽക്കുക എന്നുള്ളത് മുസ്തഹബാണ്. ഒരാൾ ഇരുന്ന് ഖുതുബ പറഞ്ഞാലും അതെന്തല്ല, തെറ്റല്ല. അപ്പൊ അതിനിടയിൽ ഇരിക്കൽ എന്തായാലും എന്തായിരിക്കൂല? വാജിബായിരിക്കൂല. മനസ്സിലായില്ലേ? ഇടയിലിരിക്കൽ വാജിബല്ല. ഇരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് ഖുതുബ പറയൽ അനുവദനീയമാണ്. അപ്പോൾ ഇടയിലിരിക്കൽ എന്ന് പറയുന്നത് അതും മുസ്തഹബായ കാര്യമാണ്, അത് വാജിബല്ല. പക്ഷെ ഇവിടെ വാജിബായ ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഈ 2 ഖുതുബകൾക്കിടയിൽ ഒരു വേർതിരിവുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. 2 ഖുതുബ എന്നുള്ളത് വാജിബാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ നിന്നിട്ട് ഒരേ പറഞ്ഞു, അതിന്റെ ഇടയിൽ നിർത്തുന്നില്ല, ഉടനെ പറഞ്ഞിട്ട് പറഞ്ഞാൽ 2 ഖുതുബ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അത് വേർതിരിഞ്ഞു എന്നറിയുന്ന രൂപത്തിലുള്ള ഒരു കാര്യം അവിടെ വേണ്ടതുണ്ട്. അവിടെ വാജിബായിട്ടുള്ള കാര്യം സുക്കൂത്താണ്. അത് ഒരു ഖുതുബ കഴിഞ്ഞ് അല്പം ഉണ്ടാതിരിക്കുക, അയാൾ ഇരുന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടായി വിചാരിക്കുക. മെമ്പറിൽ ഇരിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് എന്തെങ്കിലും നജസ് ഉണ്ട്, പെട്ടെന്ന് നോക്കുമ്പോഴാണ് കണ്ടത്. ഇപ്പൊ എന്താ ചെയ്യുക? കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ ഖതീബിന് താഴെ വന്ന് ഇരുന്ന് തിരിച്ചു പോകേണ്ടതില്ല. കാരണം ഇത് മുസ്തഹബായ കാര്യമാണ്, വാജിബല്ല. പക്ഷെ അവിടെ സുക്കൂത്ത് ഉണ്ടാക്കുക, ആ ഖുതുബ കഴിഞ്ഞ് അടുത്ത ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളത് വാജിബാണ്. കാരണം അപ്പോഴാണ് 2 ഖുതുബ വേർതിരികയുള്ളൂ. ആ വാജിബായ കാര്യം സുക്കൂത്തിന് മുമ്പായിട്ട് ഖുതുബ തീരുകയാണെന്ന് അറിയുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ
സലഫുകൾ പറഞ്ഞതായി കാണാം. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും എന്ന് പറഞ്ഞ വാക്കുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം. അവർ ഖുത്ബകളിൽ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ അതേപോലെയുള്ള ആ ഖുത്ബ കഴിഞ്ഞുകയാണ് തുടങ്ങി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഒരു ഗ്യാപ്പ് കൊടുത്ത് തുടങ്ങുകയാണെങ്കിൽ ആ വാജിബ് അവിടെ പൂർത്തിയായി. 2 ഖുത്ബ എന്നുള്ള വാജിബ് പൂർത്തിയായി. പക്ഷെ ഒരാൾ അങ്ങനെ അല്ലാതെ ഒരേ പറയൽ പറഞ്ഞാലോ അവിടെ ഒരു ഖുത്ബയായി പരിഗണിക്കപ്പെടുകയുള്ളൂ. നമ്മൾ പറഞ്ഞു 2 ഖുത്ബ പറയപ്പെടുക എന്നുള്ളത് നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ഒറ്റ ഖുത്ബ പറഞ്ഞ് ഇറങ്ങി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. പണ്ഡിതന്മാർ പറയുന്നത് അയാൾ ഒന്നുകിൽ ളുഹർ നിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ 2 ഖുത്ബ വീണ്ടും പറഞ്ഞ് നിസ്കരിക്കേണ്ടി വരും. അതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം. പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവിടെ സുക്കൂത്ത് അത് വാജിബായ കാര്യമാണ്. എന്നാൽ അതിനിടയിലുള്ള ഇരുത്തം എന്ന് പറയുന്നത് അത് മുസ്തഹബായ കാര്യമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി എത്ര നേരമാണ് ഇരിക്കേണ്ടത്? ചിലർ പറഞ്ഞത്, മുൻഗാമികൾ ചിലർ പറഞ്ഞത് കുല്ലു അല്ലാഹു അഹദ് ഓതുന്ന അത്രയെങ്കിലും ഇരിക്കണമെന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കുറച്ച് ആളുകൾക്ക് ഒന്ന് ദുആ ചെയ്യാൻ ഉള്ളൊരു സമയം ഇരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇമാം ഇങ്ങനെ മിമ്പറിൽ ഇരുന്ന് എഴുന്നേൽക്കുന്ന ഈ സമയത്ത് ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടും. അതോ വെള്ളിയാഴ്ച ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന ഒരു വക്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അഭിപ്രായം ഇതാണ്. ഇതിനിടയിൽ പ്രാർത്ഥിക്കാന്നാണ്. അപ്പൊ ഇമാമ അവിടെ ഇരിക്കുന്ന സമയത്ത് പല ആളുകൾക്ക് ഇത് അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വനഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ. അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിനിടയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ആ സമയം ഇമാം അങ്ങനെ ഇരിക്കുന്നത് ഒരല്പം നേരം ഒന്നിരുന്ന്, ഒരുപാട് ഒരു മിനിറ്റ് ഇരിക്കണം എന്നല്ല, പക്ഷെ ഇരുന്ന് ഉടനെ എഴുന്നേൽക്കുക എന്നുള്ളത് അല്ല. എന്നുള്ളത് കൊണ്ട് ആ ഉദ്ദേശം ലഭിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സമയം ഒരല്പം ഉണ്ടായാൽ അത് നല്ലതാണ്. ആളുകൾക്ക് അതിനിടയിൽ ദുആ ചെയ്യാം എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അടുത്ത ഹദീസ് അൻ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാൽ جاء رجل والنبي صلى الله عليه وسلم يخطب الناس يوم الجمعة فقال صليت يا فلان قال لا قال قم فاركع ركعتين وفي رواية فصلي ركعتين. 2 റിവായത്തുകൾ കൊടുത്തിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമയാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ജാഅ റജുലുൻ, ഒരാൾ മസ്ജിദിലേക്ക് കയറി വരികയാണ്. വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു നാസ യൗമൽ ജുമുഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച മിമ്പറിൽ ഇങ്ങനെ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സംഭവം. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആ വന്ന വ്യക്തിയോട് ചോദിച്ചു, സല്ലൈത യാ ഫുലാൻ, നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഖാലല്ല, ഇല്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഖാല ഖും ഫർക റകഅതൈൻ, എങ്കിൽ നീ 2 റുക്കൂ ചെയ്യുക. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നതിന് വേണ്ടി ഇവിടെ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല അടുത്ത റിവായത്ത് കൊടുത്തു. അതിനു വേണ്ടിയിട്ട് ആ റിവായത്ത് കൊടുത്തു. വഫി റിവായത്തിൻ ഫസല്ലി റകഅതൈൻ, കാരണം ചില റിവായത്തിൽ ഫസല്ലി റകഅതൈൻ എന്ന് തന്നെ വന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞത് അതാണ്, 2 റക്അത്ത് നീ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഫായിദ മശ്റൂഇയ്യത്തുൽ ഖുത്ബ യൗമൽ ജുമുഅ. ഒന്ന് വളരെ അറിയപ്പെട്ട കാര്യം, ജുമുഅ ദിവസം ഖുത്ബയുണ്ട്, അത് ശർആക്കപ്പെട്ടതാണ് എന്ന് നമുക്കിതിൽ കിട്ടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്നു എന്നീ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഹുക്ം തൊട്ട് കഴിഞ്ഞ ഹദീസ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. അത് ജുമുഅയുടെ ഷർത്തിൽപ്പെട്ട, നിബന്ധനയിൽപ്പെട്ട കാര്യമാണ് 2 ഖുത്ബ നിർവഹിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ജവാസു മുഖാതബത്തിൽ ഖതീബി ലിഗൈരിഹി, ഖതീബിന് മറ്റുള്ള ആളോട് സംസാരിക്കാനുള്ള അനുവാദം ഉണ്ട്. ഖുത്ബ പറയാന്ന് പറഞ്ഞാൽ ആ വിഷയം മാത്രമേ പറയാൻ പറ്റൂ. അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഞാൻ അറിയില്ല എന്നല്ല. ഖതീബിന് എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് പറയാം. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു തെറ്റ് അവിടെ കാണാൻ ഖതീബിന് പറയാം. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. ഒരാൾ വന്ന് നേരെ ഇരിക്കുന്നുണ്ടാൽ ഖതീബിന് പറയാം, നീ നിസ്കരിച്ചോളൂ, അത് പറയാം. അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം, കുട്ടി ഒച്ച ഉണ്ടാക്കാൻ അതിന്റെ ഉപ്പാണെങ്കിൽ അതിന് നോക്കുന്നേ ഇല്ല, നിങ്ങൾ ആ കുട്ടി ഒന്ന് അടക്കിയിരുത്തുമോ എന്ന് പറയുന്നതിൽ എന്തില്ല, തെറ്റില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം ആവശ്യം എന്ന് തോന്നുന്ന സമയത്ത് ഖതീബിന് പറയാവുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഖതീബിനോട് ഒരാൾക്ക് സംസാരിക്കാം, മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട ഹദീസ് അടുത്ത വരുന്നുണ്ട്. ഖതീബിനോട് മറുപടിയായി ഒരാൾക്ക് പറയാം. ഒരാൾ ഖതീബ് ഇവിടെ പറയാണ്, എന്താണ് അതിന് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ ചോദിക്കുകയാണ്, സല്ലൈത യാ ഫുലാൻ, നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഖതീബ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഖുത്ബയാണ്, ഞാൻ ഒന്നും മിണ്ടൂല എന്നിട്ട് നിൽക്കണ്ട. ഖതീബ് എന്തെങ്കിലും ചോദിച്ചാൽ ഖതീബിനോട് പറഞ്ഞാൽ അടുത്ത ഹദീസ് പറയുന്ന ഫഖദ് ലഗൗത്ത്, അവന്റെ ഖുത്ബ പ്രതിഫലം ഇല്ലാതായിപ്പോയി എന്ന
വഈദ് വരുന്നില്ല, അതിന്റെ താക്കീത് അവന് ബാധകമല്ല. ഖത്തീബിനോട് പറയാം. ഇപ്പൊ ഖത്തീബ് പറയാം നിങ്ങൾ അത് സൗണ്ട് ഒന്ന് കൂട്ടണം, സൗണ്ട് ഉണ്ടോ, അപ്പൊ പറഞ്ഞാൽ അത് കൂട്ടിയതാണ്, മാക്സിമം ആണ് എന്നൊരാൾക്ക് പറയണമെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഖത്തീബ് പറഞ്ഞു, ഖത്തീബ് നിങ്ങൾ എന്താണ് പറഞ്ഞത്, എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. ഖത്തീബിനോട് അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള സമയത്ത് അനുവദനീയമാണ്, പക്ഷെ നിരുപാധികമല്ല. ഇത്തരത്തിൽ ഹാജത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. പെട്ടെന്ന് കറണ്ട് പോയി, മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ ഖത്തീബ് പറയണത് വർക്ക് ചെയ്യുന്നില്ല, അപ്പോ അത് ഇന്നതാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സംസാരങ്ങൾ നടന്നാൽ അതിൽ തെറ്റില്ല, അത് അനുവദനീയമായ കാര്യമാണ് എന്നാണ് ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ഫായിദയായി പറഞ്ഞതാണ് ഹുസ്നു തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മനോഹരമായ നല്ല രൂപത്തിലുള്ള പഠിപ്പിക്കൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താണ് നമ്മളിവിടെ കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തി കയറി വന്ന ഉടനെ എന്താണ് ആദ്യം ചോദിച്ചത്? സല്ലൈത യാ ഫുലാൻ, നീ നിസ്കരിച്ചോ എന്നാണ് ചോദിച്ചത്. എന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് പറയുന്നത് നീ 2 റക്അത്ത് എന്നാൽ നിസ്കരിക്കുക എന്നുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വല്ല ഉദുറുണ്ട്, അദ്ദേഹം നിസ്കരിച്ചോ എന്നുള്ള കാര്യം, അത് ഞാൻ അറിയാതെ അപ്പുറത്ത് നിസ്കരിച്ച് ഇങ്ങോട്ട് വന്നതാണോ എന്നുള്ള കാര്യം പരിഗണിക്കുകയാണ്. ഇവിടെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് അന്നഹു യംബഗി അത്തഅസ്സി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധമായും പിൻപറ്റുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ബൽ യജിബു തഅസ്സി ബിഹി ഫി ഇൻകാരിൽ മുൻകർ. ഒരു കാര്യത്തെ എതിർക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട മര്യാദ എന്താണ്? ആ ആളോട് അത് തെറ്റ് നീ ശരിക്കും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസ് പല പണ്ഡിതന്മാരും ഇൻകാറുൽ മുൻകറിൽ തെറ്റ് തിരുത്തുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ അതിൽ ഈ ഹദീസിനെ തെളിവ് പിടിച്ചത് കാണാം. അഥവാ തെറ്റ് അയാളിൽ സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തൽ വളരെ നിർബന്ധമായ കാര്യമാണ്. ഒരാളെ താക്കീത് ചെയ്യുന്ന സമയത്ത്, അയാളെ ശകാരിക്കുന്ന സമയത്ത് ആദ്യം അയാൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഇന്നൊരു കാര്യം നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഇങ്ങനെയാണോ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണോ ചെയ്തത് എന്ന് വളരെ വ്യക്തമായി പറയണം. അതല്ലാതെ അവിടെ ഒരു എടുത്തുചാട്ടം, ധൃതി കൂടി അയാൾക്ക് മേലൊരു ഹുക്കും അറിയാം, അയാളോട് മോശമായി പറയാ എന്നുള്ളത് ശരിയല്ല. കാരണം അത് പിശാച് ഉണ്ടാക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് ധൃതി കൂടി അൽ അജലത്തു മിന ശൈത്താൻ, പെട്ടെന്ന് അയാൾക്കെതിരെ ഒരു കാര്യം പറയാം, അയാളെ ശകാരിക്കുക. പിന്നീട് നമുക്ക് ഞാനത് പറയേണ്ടില്ലേനും തോന്നും. പിന്നെ ചില ആളുകൾ അത് പറഞ്ഞു പോയാൽ പിന്നീട് അത് തിരുത്താൻ മടിയുമായിരിക്കും. കാരണം ഞാൻ ഏതായാലും അയാളെ ചീത്ത പറഞ്ഞു, അല്ല അല്ലെങ്കിലും നിന്നെ അത് പറയേണ്ട തന്നെയാണ്, നീ ഇപ്പം അങ്ങനെയല്ല, നീ എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന്മേൽ കടന്ന് ഉരുളേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു കാര്യം സംഭവിച്ചു നമുക്ക് വ്യക്തമല്ല എങ്കിൽ നമ്മൾ കൃത്യമായി എന്ത് ചോദിക്കുക, നിനക്കിത് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്. ഇവിടെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ലോ റഅയ്ത റജുലൻ മഅമ്റഹ, നീ ഒരു മനുഷ്യൻ ഒരു പെണ്ണിന്റെ കൂടെ കാണുകയാണ്. വഖദ് അംസക ബിയദിഹ, അവൻ ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഫലാ തുൻകിർ അലൈഹി മുബാശറതൻ ദൂന അൻ തതഅക്കദ മൻഹി, അവൾ ആരാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് നീ എന്തായി കാണിച്ചത്, അന്യ പെണ്ണിന്റെ കൈ പിടിക്കുകയെ, ആ രൂപത്തിൽ നീ സംസാരിക്കേണ്ടതില്ല. അതാ ഇൻഷക്കക് നിനക്ക് സംശയം ഉണ്ടായാൽ അല്ലെ, നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാകും ഇവന്റെ ആരുമല്ല എന്നാണ് വ്യക്തമായി നമുക്കത് അപ്പൊ തന്നെ പറയാം. പക്ഷേ നമുക്കറിയുന്നില്ല ഇത് ഇയാളുടെ ഭാര്യയാണോ, ഇയാളുടെ സഹോദരിയാണോ, മകളാണോ എന്നറിയുന്നില്ല എങ്കിൽ നമ്മൾ നേരെ പോയി അങ്ങനെ പറയരുത്. മറിച്ച് നമ്മൾ അയാളോട് ചോദിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാനില്ലേ അന്നൽ അസ്ല അന്നന്നാസ മുഅ്തമനൂന അലാ ദീനിഹിം, കാരണം ജനങ്ങളെല്ലാവരും അവരുടെ ദീൻ കൊണ്ട് നല്ലവരായി ജീവിക്കും എന്നുള്ളതാണ് അടിസ്ഥാനം. എല്ലാവരും ഇങ്ങനെ സംശയിക്കുക എന്നുള്ളതല്ല. ഫൽ അസ്ലു അസ്സലാമ ഹത്താ യൂജദ് മാ യുഖാലിഫു, അടിസ്ഥാനം എല്ലാവരും നല്ല ആളുകൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അടിസ്ഥാനം. അല്ലാതെ എല്ലാവരും മോശക്കാരായി മോശം കണ്ണോട് കാണുക എന്നതിന്റെ ആവശ്യമില്ല. അസൽ എല്ലാവരും നല്ല, നമുക്ക് അതിന്റെ ആവശ്യവുമില്ല. അതിനെതിരായി നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുകയും അതിനോട് സംസാരിക്കുകയും ചെയ്യേണ്ടത്. അതറിയാത്ത കാര്യത്തിൽ നമ്മൾ ഒരിക്കലും എടുത്തു ചാടി അഭിപ്രായങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതിന് വലിയ പാഠമുണ്ട് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നുണ്ട്. പല പണ്ഡിതന്മാരും ഈ വിഷയം സംസാരിക്കുമ്പോൾ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിസ്കരിക്കാൻ പറയുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, നീ നിസ്കരിച്ചോ? ഇല്ല എങ്കിൽ നീ നിസ്കരിക്കൂ എന്ന് പറയുകയാണ് എന്നാണ്. ഇനി പണ്ഡിതന്മാർ പറയുന്നത് വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്ന ആളോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല, നിസ്കരിച്ചോ ഇല്ലയെന്ന് ചോദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ്. അവിടെ പണ്ഡിതന്മാർ വളരെ എളുപ്പമുള്ളൊരു ഉത്തരമാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരിക്കണം, അയാൾ നിസ്കരിച്ചിട്ടുണ്ട്. കാരണം ഒരാളോട് പറഞ്ഞു ഇജ്ലിസ് ഫഖദ് ആദ, നീ അവിടെ ഇരിക്കും, നീ ആളുകൾ ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? ഒരിക്കൽ ബാക്കിൽ ഒരാളെത്തി, മുമ്പിലൊരു കുറെ ആളുകളെ ചുമലിന്റെ മുകളിലൊക്കെ ചവിട്ടി പുറത്തേക്ക് ഇറങ്ങി മുന്നിലേക്ക് എത്താൻ നോക്കുന്ന ഒരാളോടാണ് പറഞ്ഞത് അവിടെ തന്നെ ഇരിക്കുക, ഫഖദ് ആദൈത, നീ ആളുകൾ ഉപദ്രവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഖുതുബക്ക് നമ്മൾ ആളുകളെ രണ്ടാളുടെ ചുമലിന്റെ മുകളിലൂടെ ചാടി കയറി മുന്നിലേക്ക് വരേണ്ടതില്ല, നമ്മൾ അവിടെ ഇരിക്കുക. അങ്ങനെ മുന്നിൽ വലിയ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ ആളുകളെ തട്ടി നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. മുന്നിൽ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞിരിക്കുന്നു, ആരും വരുന്നില്ല എങ്കിൽ വരാവുന്നതാണ്. അതല്ല എങ്കിൽ
നമ്മൾ ഏറ്റവും കിട്ടിയ സ്ഥലത്ത് ഇരിക്കുക, ആളുകൾ പ്രയാസപ്പെടുത്താതിരിക്കുക എന്നാണ്. അപ്പൊ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പറയാതിരുന്നത് അത് അയാൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അവിടുന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കാം എന്നാണ്. പിന്നീട് ഒരു ഫായിദയാണ് അന്ന റകഅത്തൈ ദുഖൂലിൽ മസ്ജിദ് ലാ തസ്ഖുതാനി ബിമുജറദിൽ ജുലൂസ് ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു ബഅദ അൻ ജലസ ഖും ഫസല്ലി റകഅത്തൈൻ. ഒരാൾ പെട്ടെന്ന് മറന്നാണ്ട് ഇരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇരുന്നു എന്നുള്ളത് കൊണ്ട് ഉടനെ തന്നെ തഹിയത്തുൽ മസ്ജിദ് ഇനി അതിനൊരു സ്കോപ്പില്ല എന്ന് വരുന്നില്ല. ഉടനെ തന്നെയാണെങ്കിൽ നിസ്കരിക്കാമെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന വ്യക്തിയോട് തന്നെയാണ് ഖും നീ എഴുന്നേൽക്കുക എന്നിട്ട് നിസ്കരിക്കുക ഫസല്ലി റകഅത്തൈനി എന്ന് പറഞ്ഞത്. എന്നാൽ പണ്ഡിതന്മാർ ഇത് വിശദീകരണത്തിൽ അത് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾ തഹിയത്തുൽ മസ്ജിദ് വന്നിട്ട് കുറെ നേരം ഇരുന്ന് ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞു, കാമണിക്കൂർ വർത്താനൊക്കെ പറഞ്ഞു, ഞാൻ തഹിയത്തുൽ മസ്ജിദ് നിസ്കരിച്ചില്ല, ഇല്ല, അവിടെ ആളുടെ സമയം പോയി. ഫാത്ത മഹല്ലുഹു, അതിന്റെ സ്ഥാനം പോയി കഴിഞ്ഞിരിക്കുന്നു. തഹിയത്തുൽ മസ്ജിദ് അതിന്റെ സ്ഥാനം പോയി കഴിഞ്ഞു. എന്നാൽ ഒരാൾ ഇരുന്ന ഉടനെ തന്നെ അത് ഇരിപ്പ് ഉറച്ചിട്ടില്ല, അപ്പോൾ തന്നെ ഓർമ്മ വന്നു എങ്കിൽ അയാളുടെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയാം, അല്ലെങ്കിൽ അയാൾക്ക് ഓർമ്മ വന്നാൽ അയാൾക്ക് തന്നെ നിസ്കരിക്കാം എന്നാണ്. ഇനി അതേപോലെ പറഞ്ഞതാണ് ഒരാൾക്ക് ഇതിന്റെ ഹുക്കും അറിയാത്ത ഒരാൾ, അതായത് തഹിയത്തുൽ മസ്ജിദ് എന്ന് പറയുന്ന കാര്യം അറിയില്ല, എല്ലാവർക്കും വിഷയങ്ങൾ അറിയണമെന്നില്ലല്ലോ, അങ്ങനെ അറിയാത്ത ആളുകൾ ഉണ്ടാകും. അവർ വന്നാൽ നേരെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ തഹിയത്തുൽ മസ്ജിദിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. വ്യാഴാഴ്ച എല്ലാവരും വന്നിട്ട് എന്തെങ്കിലും ദുഹർ മുമ്പിൽ 2 റക്അത്ത് സുന്നത്തോ ഇതൊക്കെ ആയിരിക്കും നിസ്കരിക്കണം, ഇങ്ങനത്തെ ഒരു കാര്യമേ അറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അവനെ പുതുതായി പഠിപ്പിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് അവനെ നിസ്കരിപ്പിക്കാം. അതല്ല എങ്കിൽ ഒരുപാട് ഇരുത്തം ദീർഘിച്ചാൽ തഹിയത്തുൽ മസ്ജിദ് ഇല്ല. എന്നാൽ ഒരാൾ ഉടനെ ഇരുന്ന് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് കണ്ടാൽ അയാളോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയാം. ഇരുന്നതോടുകൂടി ഉടനെ തഹിയത്തുൽ മസ്ജിദ് തീരെ ഇല്ല എന്ന് ധരിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീടുള്ള ചർച്ച തഹിയത്തുൽ മസ്ജിദ് അത് വാജിബാണോ അല്ലേ എന്നാണ്. ഈ ഹദീസിൽ വാജിബാണെന്ന് പറയുന്ന ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അവർ തെളിവ് പിടിക്കാൻ കാരണം? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൽപ്പിക്കുകയാണ്, ഖും നീ എഴുന്നേൽക്കുക ഫസല്ലി റകഅത്തൈൻ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഈ ഹദീസിലുണ്ട്. അതൊരു തെളിവാണ്, അതായത് കൽപ്പന വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഖുതുബ ശ്രവിക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. ഖുതുബ ശ്രവിക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. അപ്പൊ അവർ ഖുതുബ ശ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വാജിബായ കാര്യത്തിൽ നിന്നും ഒരാളെ അതിൽ നിന്നും അയാളെ തട്ടിമാറ്റിയിട്ട് മറ്റൊരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? അതും വാജിബായിരിക്കണം. ഈ 2 അഭിപ്രായത്തിൽ ഈ ഹദീസുകളൊക്കെ തെളിവ് പിടിച്ചു ചില പണ്ഡിതന്മാരൊക്കെ മസ്ജിദിൽ കയറിയാലുള്ള തഹിയത്തുൽ മസ്ജിദ് അത് വാജിബാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഈ വിഷയത്തിൽ തെരഞ്ഞെടുത്തത്, അഥവാ വാജിബല്ല എന്നാണ്. അപ്പൊ അതിന് ധാരാളം സവാരിഫുകൾ, അഥവാ ഒരു വിഷയത്തിൽ ഒരു നിയമം വന്നു, അതിൽ നിന്ന് തെറ്റിച്ചിട്ട് അത് വാജിബാണെങ്കിൽ അത് മുസ്തഹബേ വരുന്നുള്ളൂ, അല്ലത് ഹറാമാണെങ്കിൽ അതല്ല കറാഹത്തെ ആകുന്നുള്ളൂ എന്ന് തെറ്റിച്ച് കളയുന്ന മറ്റ് അനേകം തെളിവുകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വാജിബല്ല എന്നാണ് പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഒന്ന്, ഖത്തീബിന് എന്തില്ല? തഹിയത്തുൽ മസ്ജിദ് ഇല്ല. അപ്പൊ മസ്ജിദിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കൽ നിർബന്ധമാണെങ്കിൽ മസ്ജിദിൽ കയറുന്ന എല്ലാ ആളുകൾക്കും വേണം. പക്ഷെ ഖത്തീബിന് തഹിയത്തുൽ മസ്ജിദ് സുന്നത്തേ ഇല്ല. ഖത്തീബിന് ജുമാ ദിവസം കയറിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, തഹിയത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമേ അല്ല. ഖത്തീബ് നേരെ വന്ന് മിമ്പറിലേക്കാണ് വരേണ്ടത്. ആ സമയത്തെ വരാവൂ. നേരത്തെ വന്ന് അവിടെ ഇരുന്ന് മുന്നത്തെ സഫിലിരുന്ന് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സമയമാകുമ്പോൾ കയറുക എന്നുള്ളത് ഖത്തീബിന്റെ സുന്നത്തല്ല. ഖത്തീബിന് ആ സമയമാകുമ്പോൾ വരിക, കയറുക, അത്രയേ ഉള്ളൂ. അതാണ് ഖത്തീബിന്റെ സുന്നത്ത്. ഖത്തീബ് അതിനിടയിൽ 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കുന്നുമുണ്ട്. ഇരിക്കുന്നതിന് മുമ്പ് ഖത്തീബ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നില്ല. അതുകൊണ്ട് അത് വാജിബല്ല എന്നറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. അദ്ദേഹം തൗബ സ്വീകരിച്ച കഥ അറിയാം, നമ്മളത് കേട്ടിട്ടുണ്ടാകും. യുദ്ധത്തിന് പോകാതിരിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ർ ചെയ്യുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 പേരുടെ തൗബ സ്വീകരിക്കുകയും അങ്ങനെ അവരെല്ലാം മസ്ജിദിലേക്ക് വരികയും അങ്ങനെ മസ്ജിദിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അതിൽ എന്തിന്റെ പരാമർശമില്ല? മസ്ജിദിൽ കയറിയപ്പോൾ ഇരിക്കുന്നതിന്റെ പരാമർശമില്ല. അത് വാജിബല്ല എന്നാണ് അറിയിക്കുന്നത്. അതേപോലെ മറ്റൊരു ഹദീസിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ആളുകൾ വരികയും 2 ആളുകൾ അവിടെ വന്ന് നിസ്കരിക്കുകയും ഒരാൾ നിസ്കരിക്കാതെ അവിടെ വന്ന് ഇരിക്കുകയും ചെയ്ത ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് അപ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വാജിബ് എന്നുള്ളതിൽ നിന്നും മുസ്തഹബിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതേപോലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും തഹിയത്തുൽ മസ്ജിദ് വാജിബല്ല മുസ്തഹബാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വാജിബ് എന്ന് പറയുന്നതിന്റെ അഭിപ്രായം വളരെയധികം ശക്തമായതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സവാരിഫുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അത് വാജിബാണെന്ന് പറയുന്നില്ല എന്നാണ് അദ്ദേഹം
പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തഹിയത്തുൽ മസ്ജിദ് വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ്. മസ്ജിദിൽ കയറിയാൽ നമ്മൾ അലംഭാവത്തോടുകൂടി കയറി നേരെ ഇരിക്കുക എന്നുള്ളത് ചെയ്യാതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നാൽ ഒരാൾ വുളു ഇല്ലാതെയാണ് മസ്ജിദിൽ കയറുന്നതെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കാവുന്നതാണ്. ഒരാൾ മസ്ജിദിലേക്ക് കയറിയപ്പോൾ അയാൾക്ക് വുളു ഇല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കാവുന്നതാണ്. കാരണം നിസ്കരിക്കണമെങ്കിൽ വുളു നിബന്ധനയാണ്. അതുകൊണ്ട് വുളുവോടുകൂടി മസ്ജിദിലേക്ക് കയറിയ ആളുകൾക്കാണ് ഈ പറയുന്ന വാജിബ് അല്ലെങ്കിൽ മുസ്തഹബ് എന്ന് പറയുന്ന ഹുക്കുമുള്ളത്. വുളു ഇല്ലാതെ ഒരാൾ കയറുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം തഹിയത്തുൽ മസ്ജിദ് അത് ചെയ്യേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായ കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഈ തഹിയത്തുൽ മസ്ജിദിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അത് ഒരു മസ്ജിദിൽ കയറിയാൽ നിസ്കരിക്കുന്ന ഒരു സബബുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് അസറിന് ശേഷമാണ് ഒരാൾ മസ്ജിദിലേക്ക് കയറുന്നത് എങ്കിലും ഈ തഹിയത്തുൽ മസ്ജിദ് സുന്നത്ത് തന്നെയാണ്. നമുക്കറിയാം സാധാരണയുള്ള നിരുപാധികമായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അസറിന് ശേഷം പാടില്ലാത്തതാണ്. നിരുപാധികം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, സുജൂദിൽ കിടന്ന് കുറച്ചു നേരം ദുആ ചെയ്യാം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, അല്ല ഏത് നേരത്തും നിസ്കരിക്കാം, ഈ വിലക്കപ്പെട്ട നേരങ്ങൾ ഒഴികെ. അപ്പൊ അതിൽപ്പെട്ട വിലക്കപ്പെട്ട നേരാണ് ഏത്? അസറിന് ശേഷമുള്ള സമയം. വെറുതെ നമുക്ക് ഈ 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ചുകൂടാ. എന്നാൽ കാരണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാം. അപ്പൊ അതിൽപ്പെട്ടതാണ് ഏത്? തഹിയത്തുൽ മസ്ജിദ് എന്നുള്ളത്. അതുകൊണ്ട് ഒരാൾക്ക് മസ്ജിദിലേക്ക് കയറിയാൽ തഹിയത്തുൽ മസ്ജിദ് നിസ്കരിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അസറിന് ശേഷമുള്ള സമയം എല്ലാം ഒരേപോലെയുള്ള സമയമല്ല. അതിൽ ആ നിസ്കരിക്കാൻ തീരെ പാടില്ലാത്ത ഏറ്റവും കടുത്ത സമയം എന്ന് പറയുന്നത് സൂര്യൻ നേരെ ചക്രവാളത്തിൽ താഴുന്ന ആ സമയമാണ്. അഥവാ നമ്മുടെ ഉറൂബു ഷംസിന്റെ സൂര്യാസ്തമയത്തിന്റെ തൊട്ടുമുമ്പുള്ള സമയമാണ്. 1-2 മിനിറ്റുകൾ, 2-3 മിനിറ്റുകൾ. അപ്പൊ ആ സമയത്തേക്ക് ഒരാൾ മസ്ജിദിൽ എത്തുകയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവർ ഈ നിസ്കരിക്കാതെ എന്നാൽ ഇരിക്കുകയും ചെയ്യാതെ കാത്തു നിൽക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ 5-10 മിനിറ്റ് മുമ്പൊക്കെ വന്ന ഒരാളാണെങ്കിൽ അത്രയും 10 മിനിറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് അയാൾക്ക് അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയോ ദിക്ർ ചൊല്ലുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ കറക്റ്റ് സമയത്താണ് വരുന്നത് എങ്കിൽ 1-2 മിനിറ്റിന് മുമ്പാണെങ്കിൽ, മഗ്രിബിന്റെ 2 മിനിറ്റ് ബാങ്ക് കൊടുക്കുന്ന 2 മിനിറ്റ് ഒക്കെ മുമ്പാണെങ്കിൽ ആ സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ കാത്തു നിൽക്കുകയാണ് നല്ലത് എന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ ഈ 2 കാര്യങ്ങൾ ഒരുമിപ്പിക്കാനാണ്. ആ സമയത്ത് നിസ്കരിച്ചിട്ടില്ല എന്നാൽ ഇരുന്നിട്ടില്ല എന്നുള്ള 2 കാര്യം ഒരുമിപ്പിക്കാൻ അങ്ങനെ ചെയ്യാം എന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീട് മറ്റൊരു ഫായിദയായി പറയുന്നത്, ഇവിടെ ഈ ഹദീസിൽ ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് എന്ന് സഹാബി പറഞ്ഞിട്ടില്ല. സല്ലൈത യാ ഫുലാൻ എന്ന് സഹാബി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കായിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഫുലാൻ എന്നൊരാളെയും വിളിക്കൂല. യാ ഫുലാൻ അവിടെ ഒരു വ്യക്തിയുടെ സഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹദീസ് ഉദ്ധരിച്ച ജാബിർ ബിൻ അബ്ദുല്ല ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ഹദീസിൽ ഏത് സഹാബിയാണ് വിളിച്ചത് എന്നുള്ളതിന് എന്തില്ല, പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ആ സഹാബിയുടെ പേര് മറച്ചു വെക്കുകയാണ്. അങ്ങനെ പല ഹദീസുകളിലും ചില സഹാബത്തെ റിവായത്തെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അല്പം വൈകിട്ടാണ് ഖുതുബക്ക് എത്തിയത്. അത് ഉമർ അള്ളാഹിന്റെ ഖിലാഫത്തിലാണ്. അപ്പോ മിമ്പറിൽ നിന്ന് തന്നെ ഉമർ ഖത്താബ് അല്പം ശകാരിക്കുന്ന കാര്യമുണ്ട്. ചില റിവായത്തുകളിൽ അത് ആദ്യകാല മുഹാജിറിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വേറെ ചില റിവായത്തിലോടുകൂടിയാണ് അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആണ് എന്ന് മനസ്സിലായത്. കാരണം സഹാബത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലത് എന്ത് ചെയ്യാറില്ല, അത് പരാമർശിക്കാറില്ല. അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫുലാൻ ആരാണ് എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ചില റിവായത്തിൽ സഹാബിയുടെ പേര് ഉണ്ട്. ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് പറയുന്നത് അത് ആവശ്യമില്ലെങ്കിൽ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നാ സഹാബിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു ഫായിദ വരുന്നില്ല. ഏത് സഹാബിയായാലും ഏത് വ്യക്തിയായാലും ഹുക്ം ഒന്ന് തന്നെ ആയതുകൊണ്ട് അത് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു മസ്അല, ഇവിടെ 2 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരാൾക്ക് 1 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ തഹിയ്യത്തായിട്ട് ഒരിക്കലും 1 റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം വിത്ർ അല്ലാതെ 1 റക്അത്ത് നിസ്കാരം വേറൊന്നിനുമില്ല. അപ്പൊ ഇതിൽ നിന്നും ഒരാൾ രാത്രിയാണ് എത്തിയത്, ഇശാക്ക് ശേഷമാണ് എത്തിയത്. അപ്പൊ അയാൾക്ക് ഒരു വിത്ർ നിസ്കരിക്കാനുണ്ട്. 3 റക്അത്ത് ഒരുമിച്ച് വേണമെങ്കിൽ വിത്ർ നിസ്കരിക്കാം, അല്ലെങ്കിൽ 1 റക്അത്ത് വിത്ർ നിസ്കരിക്കാം. അത് അനുവദനീയമാണ്. പക്ഷെ അതല്ലാതെ 1 റക്അത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സുന്നത്ത് നിസ്കാരം ഇല്ല. 2 റക്അത്താണ് മിനിമം, വിത്ർ ഒഴികെ. വിത്റിന് 1 റക്അത്ത് ഉണ്ട്. അപ്പൊ വിത്ർ നിസ്കരിച്ചാലും അയാളുടെ തഹിയ്യത്തുൽ മസ്ജിദ് അവിടെ വീടുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളിപ്പോ വായിച്ച ഹദീസിൽ ഈ തഹിയ്യത്തുൽ മസ്ജിദ് ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞ ഈ തഹിയ്യത്തുൽ മസ്ജിദ് അത് എപ്രകാരമാണ് നിസ്കരിക്കേണ്ടത് എന്ന് വിശദമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ചില റിവായത്തിൽ, ഇമാം മുസ്ലിം ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയോട് തന്നെ പറഞ്ഞിട്ടുള്ളത്, സുലൈഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത്, ഫസല്ലി റക്അതൈനി വതജവ്വസ് ഫീഹിമാ,
നീ 2 റക്അത്ത് നിസ്കരിക്കുക. വതജവ്വസ് ഫീഹിമ. തജവ്വസ എന്ന് പറഞ്ഞാൽ തഖ്ഫീഫ്. അവിടെ ഉദ്ദേശിക്കുന്നത് വേഗത്തിൽ നിസ്കരിക്കണം എന്നാണ്. അതായത് ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ തഹിയത്തുൽ മസ്ജിദ് എന്നിട്ട് വലിയ സൂറത്തൊക്കെ ഓതുക, അമ്മയത്തെ സാലുനൊക്കെ ഓതി അങ്ങനെ പതുക്കെ 2 റക്അത്ത് തഹിയത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല. ഏറ്റവും ചെറിയ സൂറത്ത് ഓതിയിട്ടാണ് ഇമാം ഖുത്ബ പറയുന്ന സമയത്ത് അങ്ങനെ ഒരാൾ എത്തിപ്പെട്ടാൽ തഹിയത്തുൽ മസ്ജിദ് നിർവഹിക്കേണ്ടത്. ഏറ്റവും അവസാനത്തെ പേജുകളിലുള്ള കുല്ലു അല്ലാഹു അഹദോ ഇദാ ജാഅക ഓതിയിട്ട് വേഗം നിസ്കരിക്കുക. അതേപോലെ റുക്കൂനും സുജൂദിലൊക്കെ നിർബന്ധമായ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല ധാരാളം പ്രാർത്ഥിക്കുക. സുജൂദിൽ കുറെ നേരം സുജൂദ് പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഏറ്റവും പെട്ടെന്ന് നിസ്കരിക്കുക. എപ്പോൾ ഇമാം ഖുത്ബ പറയുന്ന സമയത്താണ് ഒരാൾ അങ്ങനെ തഹിയത്തുൽ മസ്ജിദ് നിസ്കരിക്കുന്നത് എങ്കിൽ, ഇങ്ങനെ നിസ്കാരം വേഗത്തിൽ നിസ്കരിക്കാൻ പറഞ്ഞ അത് മുസ്തഹബായ ചില നിസ്കാരങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അതും ദീർഘമായി സുജൂദും റുക്കൂയിലൊക്കെ ഒരാള് ധാരാളം നേരം ദിക്റുകൾ ചൊല്ലി റുക്കൂവും സുജൂദും വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുസ്തഹബല്ല, മറിച്ച് അത് സുന്നത്തിനെതിരാണ്. ബിദ്അത്തല്ല, പക്ഷെ സുന്നത്തിനെതിരായ കാര്യമാണ്. അതുകൊണ്ട് അവിടെ വേഗം നമ്മൾ നിസ്കരിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് ഖുല്ലിയായുൽ കാഫിറൂനാണ് 1-ാമത്തെ റക്അത്തിൽ, ഖുല്ലു അല്ലാഹു അഹദാണ് 2-ാമത്തെ റക്അത്തിൽ. മറ്റ് ചില റിവായത്തിലുള്ളതുപോലെ ബഖറയിൽ 1 ആയത്ത്, ആലിമ്രാൻ 1 ആയത്ത് അത്രേ ഓതിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത് നിസ്കരിച്ചത്. അപ്പൊ അതാണ് സുന്നത്ത്. അതേപോലെ തന്നെ ചുരുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ തവാഫിന് ശേഷം ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത്. അവിടെയും ഖുല്ലിയായുൽ കാഫിറൂനും ഖുല്ലു അല്ലാഹു അഹദാൻ. ഒരാൾ ഏതായാലും കാബയുടെ മുന്നിൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലല്ലേ, ആ ബക്കറൊക്കെ ഓതിക്കളയാം എന്ന് വിചാരിച്ച് നിസ്കരിക്കുക എന്നുള്ളത് അത് സുന്നത്തല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട് അതൊരിക്കലും ശരിയല്ല. ഒന്ന് സുന്നത്തിനെതിരാണ്, 2 അവിടെയുള്ള ധാരാളം ആളുകൾ ഈ സുന്നത്ത് നിസ്കരിക്കാൻ, അത് ഏറ്റവും അവിടെ മഖാം ഇബ്രാഹിമിന്റെ നേരെ പിന്നിൽ നിന്നുകൊണ്ട് കാബയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുക എന്നുള്ളത് ഒരാൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. കാരണം അത് സാധിച്ചിട്ടില്ലെങ്കിലാണ് നമ്മൾ ഹറമിലെ മറ്റു സ്ഥലത്ത് പോയി 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ എല്ലാവരും പ്രയാസപ്പെടുത്തലാണ്. അപ്പൊ ചില ആളുകൾ അവിടെ നിന്നിട്ട് ദീർഘമായി നിസ്കരിച്ച് സുജൂദിലൊക്കെ കുറെ നേരം കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സുന്നത്തല്ല അവിടെ. അല്ലെങ്കിൽ അവിടെ നിസ്കരിച്ചതിന് ശേഷം കൈകളൊക്കെ ഉയർത്തി ധാരാളമായി പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ അവിടെ കയറാൻ പറ്റാതിരിക്കുക ചെയ്യരുത്. മറിച്ച് അവിടെ പെട്ടെന്ന് നിസ്കരിച്ച് നമ്മൾ അവിടുന്ന് മാറിക്കൊടുക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് മഗ്രിബിന് ശേഷമുള്ള, മഗ്രിബ് വാങ്ങിക്കൊടുത്തതിന് ശേഷം റവാത്തിബ് സുന്നത്തല്ല, പക്ഷേ നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാമല്ലോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ. മഗ്രിബിന്റെ വക്ത് ചെറുതായതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു അവിടെയും ദീർഘിപ്പിച്ച് മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ചെയ്യരുത്, മറിച്ച് അത് ചെറിയ രൂപത്തിൽ നിസ്കരിക്കുക എന്നതാണ് വേണ്ടത് എന്നാണ്. പിന്നീട് ഇദ്ദേഹം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് സുന്നത്ത് ജുമാക്ക് മുമ്പുള്ള മറ്റ് സുന്നത്തുകളുണ്ടോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജുമാ നിസ്കാരത്തിന് മുമ്പ് റവാത്തിബായ സുന്നത്തില്ല, പക്ഷേ മുത്തലഖനായി നിരുപാധികമായിട്ട് അത് ഖത്തീബിനല്ല. കാരണം ഖത്തീബ് അവസാനമാണ് എത്തുക. ജുമാക്ക് മുസ്തമിയായി ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളായി വരുന്ന ഓരോരുത്തരും നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ രണ്ട് റക്അത്ത് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കാം. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ 2 റക്അത്ത് അതിന് എണ്ണയില്ല. ഈ രണ്ട് എത്ര വേണമെങ്കിലും ഒരാൾക്ക് നിസ്കരിച്ചുകൊണ്ടേയിരിക്കാം. ഈ നിസ്കാരത്തിന് പണ്ഡിതന്മാർ പറയുന്നത് അതിന് വക്തുൻ നഹി പോലും പരിഗണിക്കേണ്ടതില്ല. അത് സൂര്യൻ നേരെ മുകളിലെത്തുന്ന ഒരു 4-5 മിനിറ്റ് അല്ലെങ്കിൽ 3-4 മിനിറ്റ് ഉണ്ട്. ആ സമയത്തും ഇത് നിസ്കരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സഹാബത്തൊക്കെ അങ്ങനെ നിസ്കരിച്ചിരുന്നു. ഇപ്പൊ നേരെ 11:30 എത്തിയ ആൾക്കും ഈ 12 മണിന്റെ നിസ്കാരമൊന്നും അയാൾക്ക് വിഷയമല്ല, ഇത് നിസ്കരിക്കാവുന്നതാണ് എന്നാണ്. എന്നാൽ ശേഷത്തെ ജുമ നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. 2 രൂപത്തിലാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി റിവായത്ത് ചെയ്തിട്ടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമൊക്കെ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിൽ അവിടുന്ന് പറഞ്ഞത് ഇദാ സല്ല അഹദുകുമുൽ ജുമഅ ഫസല്ലി ബഅദഹ 4. നിങ്ങളിൽ ഒരാൾ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിക്കണം. അത് ഈ 2 4 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. അപ്പൊ ഇതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിനെ മുന്തിക്കും, അതുകൊണ്ട് 4 റക്അത്ത് എപ്പോഴും നിസ്കരിക്കാം. അവിടുന്ന് അതാണ് പറഞ്ഞിട്ടുള്ളത്. ജുമാ നിസ്കരിച്ചു കഴിഞ്ഞാൽ 4 റക്അത്ത്, അത് ഈ 2 നിസ്കരിക്കുക എന്നുള്ളത്. വേറെ ചിലർ പറഞ്ഞു നമുക്ക് 2 കൂടി ഒരുമിപ്പിച്ച് 6 റക്അത്ത് നിസ്കരിക്കാം. അവിടുന്ന് ചെയ്തത് 2 പറഞ്ഞത് 4, അപ്പം ഈ 2 അങ്ങനെ 6 നിസ്കരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3ാമത്തെ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഒരു തഫ്സീലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 റക്അത്ത് നിസ്കരിച്ചത് എന്ന് പറയുന്നത് ഫീ ബൈത്തിഹി, വീട്ടിൽ നിന്നാണ്.
ഇപ്പൊ ഒരാൾ വീട്ടിൽ പോയിട്ടാണ് സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എന്നാൽ മസ്ജിദിലാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്. ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് സുന്നത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം തെരഞ്ഞെടുക്കുന്നത് ഇത് മൂന്നുമല്ല. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും, അത് ഒന്നാമത്തെ അഭിപ്രായം, എപ്പോഴും പറഞ്ഞിരിക്കുന്നത് 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വീട്ടിലാകട്ടെ മസ്ജിദിലാകട്ടെ 4 റക്അത്ത് നിസ്കരിക്കുക, ഈ 4 റക്അത്ത് നിസ്കരിക്കുക എന്നതാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. വേറെ ചില പണ്ഡിതന്മാർ സാലിഹ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് ഒക്കെ 2 or 4 ഒരാൾ മാറി മാറിയൊക്കെ നിസ്കരിച്ചാൽ നല്ലതാണ്. ചില ആളുകൾക്ക് 4 റക്അത്ത് ഉണ്ട് എന്നുള്ളത് തീരെ അറിയില്ല. അത് നമ്മൾ മാറ്റണം. ഇടയ്ക്കൊക്കെ 2 ആക്കി 4 റക്അത്ത് നിസ്കരിക്കണം. അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഇദാ സല്ല അഹദുകുമുൽ ജുമുഅത ഫല്യുസല്ലി ബഅദഹ 4. നിങ്ങൾ ഒരാൾ ജുമുഅ നിസ്കരിച്ചു കഴിഞ്ഞാൽ ശേഷം 4 റക്അത്ത് നിസ്കരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇൻഷാ അല്ലാഹ് അതിന്റെ ഉത്തരം പറയുകയാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഓൺലൈനിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോപ്പിങ്ങിന് പോയാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ അനുവാദമുണ്ടോ എന്നാണ്. ചിലരെല്ലാം ചോദിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെയാണ്. ദുബായിലും അതേപോലെയുള്ള ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. നാട്ടിലും ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പലിശയുമായി ബന്ധപ്പെട്ട കാർഡുകളെയാണ്. അത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് അത് തീർത്തും ഹറാമായ, നിരുപാധികമായ ഹറാമായ കാര്യമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ഹറാമാകുന്നത്? ഇത് സാധാരണഗതിയിൽ ബാങ്കിൽ നിന്നും ഒരാൾ പണം കടമെടുത്തിട്ട് അത് പിന്നീട് തിരിച്ചടക്കുമ്പോൾ അതിന്റെ പലിശയും കൂടി തിരിച്ചടക്കാറുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവർ കാർഡ് രൂപത്തിലാക്കിയിട്ടുള്ളത് എന്നാണ്. എന്താണ് ഇതിന്റെ രൂപം? ഇതിലെന്താണ് സംഭവിക്കുന്നത്? ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കാര്യം വാങ്ങാനുള്ള പണം അയാളുടെ കയ്യിലില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ ഒരു മൊബൈൽ വാങ്ങണം. അയാളുടെ കയ്യിൽ അത്രയും വരുമാനമൊന്നുമില്ല. മാസത്തിൽ ചിലപ്പോൾ ഒരു 15,000 20,000 ഒക്കെ സാലറി മേടിക്കുന്ന ഒരാളായിരിക്കാം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഇയാൾക്ക് ഒരു നിശ്ചിത പരിധി വെച്ചു കൊടുക്കും. ഓരോരുത്തർക്കും എത്രയാണോ സാലറി ഉള്ളത് അങ്ങനെ ഒരു പരിധി വെച്ചു കൊടുക്കും. വലിയ സാലറി വാങ്ങുന്ന ആൾക്ക് വലിയ എമൗണ്ട് കടം ബാങ്ക് കൊടുക്കും. ചെറിയ സാലറി വാങ്ങുന്ന ആൾക്ക് ചെറിയ എമൗണ്ടാണ് കടം കൊടുക്കുക. കാരണം ഇയാൾക്ക് ഇത് തിരിച്ചടക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ബാങ്ക് എപ്പോഴും പരിഗണിക്കുന്നതാണ്. അപ്പൊ ഇയാൾക്കൊരു 1 ലക്ഷം വരെയൊക്കെ ചിലപ്പോൾ ഇയാൾക്ക് കടം അനുവദിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇയാൾ ആ കാർഡങ്ങ് സ്വൈപ്പ് ചെയ്ത് 1 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങിക്കും. പിന്നീട് ഇത് ചിലപ്പോ ഒരു 20 തവണയായിട്ട് 5,000 രൂപ വെച്ചിട്ട് അടച്ചാൽ മതിയായിരിക്കും. അതൊക്കെ ആദ്യമേ അതിന്റെ കണക്കുണ്ടാകും. ഓരോ ബാങ്കിന്റെയും കാർഡിൽ കണക്കുണ്ടാകും. വേറെ ചിലടത്ത് ചിലപ്പോൾ അത്ര അല്ല, അത് 10 അടവിന്റെ ഉള്ളിൽ തീർക്കണം. 10,000 വെച്ച് 10 അടവിന്റെ ഉള്ളിൽ ഈ 1 ലക്ഷം രൂപ തീർക്കണം. ഇതായിരിക്കും അവരുടെ കണക്കുണ്ടാവുക. അവിടെ ഒരു നിബന്ധന പ്രത്യേകം പറയുന്നതാണ്. എന്താണത്? ഇതിൽ ഏതെങ്കിലും അടവ് തെറ്റിക്കഴിഞ്ഞാൽ അവന് ഇത്ര രൂപ ചാർജ് വരുന്നതാണ് എന്ന് പറയും. ഒരാൾക്ക് അടക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾക്ക് സ്വാഭാവികമായും അതിന്റെ ഉള്ള എന്തെങ്കിലും ഒരു ചാർജ് വരും. ഈ പേര് അത് ഇൻട്രസ്റ്റ് എന്ന് അവർ നേരെ മാന്യമായി പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ചാർജ് എന്നൊക്കെ പറഞ്ഞാലും ശരി, ഇത് പലിശയാണ്. കാരണം പണ്ഡിതന്മാർ പറയുന്നത് ഒരു ബൈഅ നടക്കുന്ന സമയത്ത്, കച്ചവടം നടക്കുന്ന സമയത്ത് അവിടെ എന്താണോ വാങ്ങുന്നത് അതും എന്താണോ കൊടുക്കുന്നത് തുകയും ഇത് ആദ്യമേ തന്നെ കൃത്യമാക്കപ്പെടണം. പിന്നീട് അത് മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഒരു കാലം കഴിഞ്ഞാൽ അത് പൈസ ഇത്ര വരേണ്ടി വരും എന്നുള്ള ഒരു കാര്യം ഉണ്ടാകാനേ പാടില്ല. ഈ മൊബൈലിന് 1 ലക്ഷമാണെങ്കിൽ ഇതെപ്പോഴും 1 ലക്ഷമാണ്. ഇത് ഞാൻ ഇപ്പം പണം തന്നാലും 1 ലക്ഷമാണ്, അതല്ല ഞാൻ തവണകളായി തന്നാലും ഞാൻ 1 ലക്ഷമാണ് തരേണ്ടത്. കാരണം ആദ്യമേ ഞാൻ പറഞ്ഞത് അതിന് 1 ലക്ഷമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് പിന്നീട് കൂടാനേ പാടില്ല. ഏതെങ്കിലും ഒരു തവണ തെറ്റിയാൽ അത് കൂടാനേ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തികച്ചും ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് പലിശയാണ്, അത് കൂടുകയാണ്. അയാൾ 1 ലക്ഷത്തിന്റേത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് 1,05,000 അടക്കേണ്ടി വരും. എല്ലാം കൂടി അടച്ചു വരുമ്പോൾ 1,10,000 അടക്കേണ്ടി വരും. ഇത് ഹറാമായ കാര്യമാണ് എന്നാണ്. ഇത് തന്നെയാണ് EMI എന്ന് പറഞ്ഞിട്ട് സ്കീമുകളാക്കിക്കൊണ്ട് ആളുകൾ വാങ്ങിക്കുന്ന പല ഉപകരണങ്ങളും. ഇപ്പോൾ എല്ലാം അങ്ങനെയാണ്. ചില കാറുകൾ അങ്ങനെ വിറ്റിട്ടുണ്ടായിരുന്നു, പലരും അങ്ങനെ അറിയാതെ അത് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ പല പ്രൊഡക്റ്റുകളും വീട്ടു ആവശ്യങ്ങൾക്കുള്ള ഹോം അപ്ലയൻസസ് പലതും അങ്ങനെയാണ് വിൽക്കുന്നത്.
EMI എന്നാണ്. ഇപ്പോൾ മൊബൈലിനൊക്കെ വലിയ വലിയ വില കൂടിയപ്പോൾ അതുപോലും EMI ആയിട്ടാണ് ആളുകൾ വിൽക്കുന്നത്. അപ്പൊ ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കൃത്യമായി അടക്കുകയാണെങ്കിൽ എനിക്ക് തെറ്റില്ലല്ലോ എന്നാണ്. കൃത്യമായി അടച്ചാൽ എനിക്ക് പലിശ വരികയില്ലല്ലോ, തെറ്റിയാലേ വാങ്ങിക്കുള്ളൂ. അതാണ് ആദ്യമേ പലിശ പറയില്ല. ഈ പറയുന്ന 10,000 രൂപ വെച്ച് 10 മാസം കൃത്യമായി അടച്ചാൽ അയാൾക്ക് 1 ലക്ഷം തന്നെ കൊടുക്കേണ്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ കൃത്യമായി അടച്ചാൽ പോരെ, അങ്ങനെ അടക്കാതിരുന്നാലാണല്ലോ പലിശയായി വരുന്നത്, അപ്പോൾ തെറ്റില്ലല്ലോ എന്നാണ് പലരും ധരിക്കുന്നത്. പക്ഷെ ഇവിടെ തെറ്റ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇയാൾ ആദ്യമേ ഇത്തരത്തിലുള്ള ഒരു പലിശയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിൽ ഇയാൾ ഒപ്പുവെക്കുകയാണ്. എന്താണത്? ഇതിനൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, ഇതിന് അമിതമായ പണം വന്നു കഴിഞ്ഞാൽ ഞാനത് നൽകും എന്ന ബാധ്യസ്ഥൻ ആണ് എന്നുള്ളത് അയാൾ അത്തരത്തിലുള്ള ഒരു അഖദിൽ, ഇസ്ലാമിൽ ഹറാമാക്കിയ ഒരു കോൺട്രാക്റ്റിൽ ഇയാൾ സമ്മതിക്കുകയാണ്. ഇത് പാടില്ലാത്ത കാര്യമാണ്. ഇത് പാടില്ലാത്ത കാര്യമാണ്. ഇനി ഇത് തന്നെ സഹോദരങ്ങളെ, ആർക്കാണ് ഉറപ്പ് പറയാൻ പറ്റുക ഇത് എനിക്ക് ഒരിക്കലും തെറ്റൂല എന്നുള്ളത്? അത് വേറൊരു കാര്യമാണ്. ഒരാൾക്ക് മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആരും ഇത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ കബറിൽ കടന്ന് ഈ പലിശ ഇങ്ങനെ കൂടുന്നുണ്ടാകും. ചില സമയത്തൊന്നും ആരും അറിയുക പോലും ഉണ്ടാവുകയില്ല. ഈ പലിശ ഇങ്ങനെ കൂടുന്നുണ്ടാകും. പിന്നീട് ഇത് ഇയാളുടെ പലിശ അയാൾ ഒരുപാടായിട്ടുണ്ടാകും. ലോൺ എടുത്തിട്ടുള്ള പലിശയാണത്. ഇനി ചില സമയത്ത് ഇയാൾ ഒന്നുമില്ലാതെ പണം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ദുബായിലൊക്കെയുള്ള ഒരുപാട് മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള കെണിയിൽപ്പെടാറുണ്ട്. അവിടുന്ന് 2,500 3,000 ദിർഹംസ് ആയിരിക്കും ചിലപ്പോൾ ജോലി. ഇവൻ വാങ്ങുന്ന വലിയ വലിയ ആപ്പിളിന്റെയും മറ്റുമൊക്കെ പല പ്രൊഡക്ട്സുകളും അതിന്റെ മൊബൈലിന്റെ ഒക്കെ വില ചിലപ്പോൾ 3,500 4,000 ദിർഹംസ് ആയിരിക്കും. ഇവനെ ഒരു നിലക്കും അത് 1 2 അല്ല 5 മാസം കൊണ്ടൊന്നും വാങ്ങിക്കാൻ സാധിക്കില്ല. കാരണം മറ്റു ചെലവുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർഡുകൾ, അതെന്ത് അറബിയിലുള്ള പേരുള്ള കാർഡായാലും ശരി, അത് പലിശയാണ്. ഇത്തരത്തിലുള്ള കാർഡുകളിൽ പോയി പർച്ചേസ് ചെയ്തിങ്ങ് വാങ്ങിക്കും. ഇങ്ങനെ മാസാമാസം ഇവന്റെ സാലറിയിൽ നിന്നും 500 ദിർഹംസ് അല്ലെങ്കിൽ 400 ദിർഹംസ് ഇങ്ങനെ കട്ടായി അവസാനം ഒരു വർഷം കൊണ്ട് അവൻ ആ ഫോണിന്റെ പൂർണ്ണമായ ഉടമയായി മാറുന്നു. അപ്പോൾ ഇവൻ പറയുന്നത്, ഞാനിത് കൃത്യമായി അടച്ചാൽ എനിക്ക് തെറ്റല്ല, ഇത് തെറ്റിയാൽ ഇതിന്റെ പണം കൂടുമെന്നുള്ള കാര്യത്തിന് നീ അവിടെ അതിന് സമ്മതിക്കുകയാണ്. ഇത് തന്നെയാണ് EMI സംഭവിക്കുന്നത്. പല ആളുകളും ആ 0% വലിയ എഴുത്ത് കണ്ടിട്ട് 0% ആണ്, 0% ഇൻട്രസ്റ്റ് EMI എന്ന് കാണുമ്പോൾ ഉടനെ അതിലേക്ക് ചാടുകയാണ്. അവിടെ ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാറിന്റെ താഴെ അതിന് നിയമങ്ങൾ ബാധകമാണ്. അഥവാ ഇതിൽ ഏതെങ്കിലും ഒരു അടവ് തെറ്റിയാൽ നിന്റെ പണം അത് കൂടും. അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഹലാലല്ല. അത് ഹലാലല്ല. ആളുകൾ ഈ കാണുന്ന 0% അങ്ങനെ പല കാറുകൾ ഇങ്ങനെ വിറ്റിരുന്നു, പലരും അത് വാങ്ങിയിട്ടുണ്ട് അറിയാതെ. അതേപോലെ പല ഉപകരണങ്ങളും ആളുകൾ അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ തെറ്റാതെ അടക്കാം എന്നുള്ള നിബന്ധന നമുക്ക് പാടില്ല. മറിച്ച് ഒരാൾ ഇങ്ങനെ തരികയാണ്, അതായത് ഈ 1 ലക്ഷം രൂപയുടെ വസ്തു ഇത് 10 തവണയായിട്ട് തന്നാൽ മതി, തെറ്റിയാൽ കുഴപ്പമില്ല. തെറ്റിയാൽ അയാൾക്ക് സാധാരണ ഒരാൾ കടം വാങ്ങിയിട്ട് തെറ്റിയാൽ എന്താ ചെയ്യാൻ പറ്റുക? വേഗം തരണം എന്നയാളോട് പറയാം, അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂല. ഇനി തീരെ തരുന്നില്ലെങ്കിൽ ആ സാധനം നമുക്ക് തിരിച്ചെടുത്ത് കൊണ്ടുപോകാം, ഇതേ പറ്റുള്ളൂ. ഇതാണെങ്കിൽ തിരക്കേടില്ല. പക്ഷേ തെറ്റിയാൽ പണം ഇത്ര കൂടും എന്ന് പറയുന്നത് സഹോദരങ്ങളെ തികച്ചും പലിശയാണ്. പലിശ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ആളുകൾ വളരെയധികം ലാഘവത്തോടുകൂടി കാണുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വ്യഭിചാരത്തെക്കാളും ഗുരുതരമായ പാപമാണ് പലിശ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, ദിർഹമു റിബ യഅകുലു റജുലു വഹുവ യഅലമുഹു അശദ്ദു മിൻ 36 സിനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷിക്കുന്ന പലിശയുടെ 1 ദിർഹം പോലും, ഏറ്റവും ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്, 36 വ്യഭിചാരങ്ങളെക്കാളും കഠിനമായ പാപമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 ദിർഹം. ആളുകൾ എത്ര ദിർഹങ്ങളാണ്, എത്ര രൂപങ്ങളാണ് പലിശകളായി ആളുകൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനും എല്ലാവരും എല്ലാവരും തുല്യരാണെന്നാണ്. ഞാൻ കൊടുക്കുന്നില്ലല്ലോ വാങ്ങുന്നില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സാക്ഷിയാണ്, അതിന് ഒപ്പുവെക്കുകയാണ്, എല്ലാവരും ഈ കാര്യത്തിൽ തുല്യരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലിശയെക്കുറിച്ച് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർരിബ 70 ബാബൻ, പലിശയ്ക്ക് 70ഓളം ബാബുകളുണ്ട്, 70ഓളം അതിൽ ഇനങ്ങളുണ്ട്. അദ്നഹ കല്ലദി യഖഉ അല ഉമ്മി, അതിലേറ്റവും ചെറുതെന്ന് പറയുന്നത് ഒരുവൻ തന്റെ മാതാവിനോട് ക്ഷയിക്കുന്നതാണ്. അത്രയും മ്ലേച്ഛകരമാണ് അതിൽ ആ പലിശയുടെ ഏറ്റവും ചെറുതെന്നാണ് പറയുന്നത്. ആളുകൾ പലതും അത് ചെറുതിൽ പോലുമല്ല, അത്രയും കടുത്ത പലിശകളിൽ ആളുകൾ പലപ്പോഴും വീഴുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ പരിശോധിച്ചു, ഖുർആനിലെ വിലക്കുകളും മറ്റും പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കുഫ്ർ കഴിഞ്ഞാൽ പിന്നീട് പലിശയെക്കാളും കടുത്ത പാപമുള്ള മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഒരാൾ ദീനിൽ നിന്ന് പുറത്തു വന്ന കുഫ്ർ കഴിഞ്ഞാൽ തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് പലിശയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
കാരണം പലിശയെക്കുറിച്ച് അള്ളാഹും റസൂലും ആ പലിശയിൽ ഏർപ്പെടുന്നവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറു മാ ബഖിയ മിനർ റിബ. പലിശയെ നിരോധിച്ചുകൊണ്ടുള്ള ആയത്താണ്. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, പലിശ പാടെ നിങ്ങൾ ഒഴിവാക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫഇല്ലം തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, കേട്ടിട്ടും യാതൊരു കുലുക്കവുമില്ല എങ്കിൽ അറിയുക, ഫഅസ്നു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവും റസൂലും നിങ്ങളോട് സമരപ്രഖ്യാപനം, യുദ്ധം പ്രഖ്യാപിച്ചതായി നിങ്ങൾ മനസ്സിലാക്കുക. വഇൻ തുബ്തും ഫലക്കും റൂസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾ തൗബ ചെയ്ത് ഒഴിവാകുകയാണെങ്കിൽ നിങ്ങൾ മുതൽ മുടക്ക് നിങ്ങൾക്കുണ്ട്, പലിശ നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അത് തീർത്തും ഹറാമാണ്. ഏറ്റവും വ്യഭിചാരത്തെക്കാളും കൊടിയ പാപമാണെന്ന് മനസ്സിലാക്കുക. ആളുകൾക്ക് പലപ്പോഴും മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല പറഞ്ഞത് വൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുന്നതിന് വേണ്ടി ആളുകൾ ഇതൊക്കെ നിസ്സാരമായി കാണുകയാണ്. അവന്റെ അടുത്ത് ഇത്ര വലിയ കാര്യമുണ്ട്, എന്റെ അടുത്ത് ഇത്ര വേണം. അവന്റെ അടുത്ത് ഇത്ര വലിയ വീടുണ്ടെങ്കിൽ എനിക്കും അത് വേണം. അവൻ ഇന്ന പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്, എനിക്കും പുതിയ കാർ വാങ്ങണം. അവൻ ഇന്ന രൂപത്തിലാണ് നടക്കുന്നത്, എനിക്കും അതുപോലെ നടക്കണം. ആളുകളെ പോലെ വലിയ പണക്കാരുടെ കൂടെ കണ്ടിട്ട് ചിലപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. എന്റെ കൂട്ടുകാരൊക്കെ വലിയ പണക്കാരായിരിക്കും, അപ്പൊ അവരെ പോലെ എനിക്കും ജീവിക്കണം എന്നുള്ള കാരണത്താൽ അവരെ പോലെയാകാൻ നോക്കുക. അതിനിങ്ങനെയുള്ള ഒരു യാതൊന്നും പരിഗണിക്കാതെ എല്ലാ രൂപത്തിലുള്ള പലിശയിലും വീണുകൊണ്ട്, അല്ല, ചിലർ ധരിച്ചതാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ മനഃപൂർവ്വമാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാർഡുകൾ ഉപയോഗിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു ഘട്ടത്തിലും ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകൾ, പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഡുകൾ ഉപയോഗിക്കാതിരിക്കുക. അല്ലാഹു തആലയെ ഭയപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്നും ഒഴിവാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു